ഈ സയൻസ് സൊസൈറ്റി സസ്റ്റൈനബിലിറ്റി ഡയലോഗ് സീരീസിലെ അവസാനത്തെ പ്രഭാഷണമാണ് ഇന്ന്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഈ പ്രഭാഷണ പരമ്പര തുടങ്ങാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ ഒക്കെ തന്നെ പലപ്പോഴും നമ്മളൊരു സസ്റ്റൈനബിലിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യാറില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഈ പോളിസിയിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കൃത്യമായിട്ടുള്ള സജഷൻസ് ഉണ്ടാവില്ല. മൂന്നാമത് 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടുന്ന ഒരു ബാധ്യത എല്ലാ സർക്കാരുകൾക്കും ഉണ്ട്. അപ്പോൾ അതിനകത്ത് സയൻസിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. അപ്പോൾ അതൊന്ന്. രണ്ടാമത് ഇപ്പോൾ ഈ ലോകത്തെ എല്ലാം പഠന ഗവേഷണ മേഖലകളിലൊക്കെ വലിയ മാറ്റം വരുന്നുണ്ട്. അത് ഇന്ത്യയിലൊരു വലിയ മാറ്റം വന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം പുതിയത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പഠനം എന്ന് പറയുന്നത് പഴയ രീതിയിൽ നിന്ന് മാറി ഒരുപക്ഷെ കൂടുതലും ഒരു വെസ്റ്റേൺ കൺസെപ്റ്റിനെ അതുപോലെ എടുത്തതിൻ്റെ ചില പ്രശ്നങ്ങൾ ചിലപ്പം അതിനകത്തുണ്ട്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പഠനം മുഴുവൻ 2-3 ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. അതിൽ ഒന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് പഠനം മുഴുവൻ ഇന്റർ ഡിസിപ്ലിനറി ആകുക എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലെ പഠനം മുഴുവൻ ഇന്റർ ഡിസിപ്ലിനറി ആകുക, അതായത് ഒരു പ്രത്യേക വിഷയം മാത്രം പഠിക്കുന്നതിന് അപ്പുറം അതിൻ്റെ മറ്റു വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം ഒന്ന് പുതുക്കി ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അന്തർവൈജ്ഞാനിക സമൂഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം. എങ്ങനെ നമ്മുടെ ഈ ചിന്തയിൽ, പ്രവൃത്തിയിൽ, ഗവേഷണത്തിൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റി കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ കൃഷി പഠിക്കുന്ന ഒരാള്, ഉദാഹരണത്തിന് കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയ പഠിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും കൃഷി എങ്ങനെ ചെയ്യണമെന്ന് മാത്രം പഠിച്ചാൽ പോരാ. കാലാവസ്ഥ അറിയണം, വാട്ടർ മാനേജ്മെന്റ് അറിയണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്സ് അറിയണം. ഇപ്പൊ പുതിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവം കഴിഞ്ഞ 2 വർഷങ്ങളിൽ വന്നിരിക്കുന്നത് ഡ്രോണുകളുടെ ഉപയോഗമാണ്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗമാണ് പ്രത്യേകിച്ചും കൃഷിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഒരു 10-20 വർഷം മുമ്പ് നമ്മളൊരു വിഷയം പഠിച്ചിരുന്ന രീതിയിലല്ല ഇനി വിഷയങ്ങളെ കാണേണ്ടത് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുന്നത്? ഒരുപക്ഷെ ഗവേഷണ സ്ഥാപനങ്ങൾ മുഴുവൻ ഒരു കാലത്ത് ചെയ്തിരുന്നത് വിജ്ഞാനം വർദ്ധിപ്പിക്കുക, അറിവ് കൂട്ടുക, ഒരു മേഖലയിലുള്ള അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ രീതി മാറിയിട്ട് ഇപ്പൊ അറിവ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വിജ്ഞാനം നിർമ്മിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിജ്ഞാന സമൂഹം നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ആ വിജ്ഞാനം ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ എങ്ങനെ മാറ്റാം എന്നുള്ളൊരു ചിന്തയും കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുതിയ വിഷയങ്ങൾ ലോകത്തെ സർവകലാശാലകളിൽ പഠന വിഷയമാകുന്നുണ്ട്. പരമ്പരാഗത വിഷയങ്ങളിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് ഏത് വിഷയം നിങ്ങൾ പഠിച്ചാലും അതിനകത്ത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു എലിമെന്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ്. സുസ്ഥിരത എന്ന് പറയുന്ന ആശയം, നിങ്ങൾ ഒരു പക്ഷേ ഭാഷ പഠിക്കുന്ന ആളായാലും എങ്ങനെയാണ് വിഭവങ്ങളുടെ, പരിസ്ഥിതിയുടെ സുസ്ഥിരത അവർക്ക് അവരുടെ പഠന വിഷയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നുള്ള ചിന്തയിലേക്ക് ഈ പഠന രീതികൾ മാറുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിലോ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും നമ്മുടെ ചിന്ത, നമ്മൾ പോളിസിയിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്, നമ്മൾ പുതിയ പോളിസികൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചിന്തയും നമ്മുടെ പശ്ചാത്തലവും ഇപ്പോഴും നമ്മൾ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഉദാഹരണം, കേരള സർവകലാശാലയിൽ തന്നെ ഏറ്റവും അധികം ഒരുപക്ഷെ അക്കാഡമിക് കൗൺസിൽ കൂടിയാലും ഒക്കെ ചർച്ച ചെയ്യുന്ന വിഷയം എങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു സർവകലാശാലയിലെ ബോട്ടണി ഇവിടെ വരുന്ന നമ്മളെ ബോട്ടണിയുമായിട്ട് തുല്യമാണോ എന്നുള്ള ചിന്തയാണ്. ഈ ബോട്ടണിയും സുവോളജിയും മാറിയിട്ട് ഇതെല്ലാം മാറി ലൈഫ് സയൻസസ് ആയിരിക്കുന്നു ലോകത്ത് മുഴുവൻ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ തുല്യത എന്ന് പറയുന്നത് നമ്മൾ ഒന്നുമായിട്ട് തുല്യപ്പെടുത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ തുല്യതയ്ക്ക് അപ്പുറം ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യവും അത് എങ്ങനെയാണ് പുതിയ വിഷയങ്ങൾ അതിൽ അന്തർവൈജ്ഞാനികത കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളൊരു ചിന്തയുമാണ് നമുക്ക് തീർച്ചയായിട്ടും വരേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലുള്ള ലോകത്തെ പഠന പ്രക്രിയ മുഴുവൻ മാറുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റി ചിന്തിക്കേണ്ടതെന്നാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ ലോകത്തെ പഠനം, ഗവേഷണം, ഇതിന്റെ എല്ലാം രീതികൾ മുഴുവനായിട്ട് മാറുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എല്ലാ സർക്കാരുകളും ആത്യന്തിക ലക്ഷ്യമായിട്ട് കാണുന്നത്.
പക്ഷെ വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിജ്ഞാനം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ നോളജ് ക്യാപിറ്റൽ ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാജ്യങ്ങളിലെയും ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിച്ചിറങ്ങുന്ന ജനസമൂഹത്തിന് കഴിയുന്നുണ്ടോ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഈ ഗവേഷണം എന്ന് പറയുന്നത് സർക്കാർ പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഒരു സമയത്ത് ഈ ഗവേഷണത്തിന് തുക എന്തിനു വേണ്ടി ചെലവാക്കുന്നു എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് സമൂഹത്തിന് എന്താണ് വേണ്ടത് അതനുസരിച്ച് നമ്മുടെ ഗവേഷണം മാറ്റപ്പെടുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ട് ഗവേഷണത്തിനെ പുനഃസൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, പുതിയ കാലഘട്ടത്തിൽ വിജ്ഞാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്പോളത്തിന്റെ ഒരു രീതിക്ക് അനുസരിച്ച് മാറുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് മാർക്കറ്റിൽ എന്താണ് ഡിമാൻഡ് അതനുസരിച്ച് പുതിയ കോഴ്സുകൾ പാഠ്യപദ്ധതികൾ വരിക എന്നുള്ളത്. ഇതിന്റെ വലിയ അപകടം എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രമാണ് വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണം, ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള സ്വകാര്യ സർവകലാശാലകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ എല്ലാം പഠന വിഷയങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക. അവിടെ നോക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാകാൻ കഴിയുക എന്താണോ മാർക്കറ്റിന്റെ ഡിമാൻഡ് അതിനനുസരിച്ചുള്ള കോഴ്സുകളായിരിക്കും വരിക. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള കോഴ്സുകളുടെ ഒരു 10 തവണ അധികം ഫീസ് കൊടുത്തായിരിക്കും ഈ കുട്ടികൾ ഇതിന് പഠിക്കേണ്ടി വരിക. പക്ഷെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പലപ്പോഴും തൽക്കാലം മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് അവർക്ക് ജോലി കിട്ടും. അപ്പൊ എപ്പോഴും താരതമ്യം വരിക, നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള സർക്കാർ സർവകലാശാലകളിൽ നൽകുന്ന വിദ്യാഭ്യാസം കൺവെൻഷനിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ തൊഴിൽ നേരിട്ട് കിട്ടുന്നു എന്നുള്ളൊരു വിരോധാഭാസമുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, സങ്കീർണതകളുണ്ട്. അപ്പോൾ ലോകം എമ്പാടും പക്ഷെ ഒരു പൊതുവായ ഒരു കാര്യം നടക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ അകത്ത് ഒരു പ്രത്യേക പർപ്പസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഔട്ട്കം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഔട്ട്കം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ കോഴ്സാണ് സസ്റ്റൈനബിലിറ്റി സയൻസ് എന്ന് പറയുന്നത്. എന്ത് വിഷയം പഠിച്ചാലും അതിനകത്ത് സസ്റ്റൈനബിലിറ്റി എലിമെന്റ്, സുസ്ഥിരത എന്ന് പറയുന്ന എലിമെന്റ് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ സന്നിവേശിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചിന്തയിൽ നിന്നാണ് ഈ പ്രഭാഷണ പരമ്പര തുടങ്ങുന്നത്. അതിനകത്ത് പല വിഷയങ്ങളും നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു വിഷയം എന്ന് പറയുന്നത് ആദ്യം തുടങ്ങിയത് ഈ അക്വാട്ടിക് സയൻസസ് അല്ലെങ്കിൽ ഈ അക്വാട്ടിക് എക്കോസിസ്റ്റവും സസ്റ്റൈനബിലിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എന്നൊന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ തുടങ്ങിയ വിഷയം എന്ന് പറയുന്നത് കടലാണ്. കടൽ വിഭവങ്ങൾ, അതിന്റെ സുസ്ഥിരത എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ളതാണ്. അതിന് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട് എങ്ങനെ സന്നിവേശിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വിഷയം. രണ്ടാമത് സംസാരിച്ചത് വെറ്റ്ലൻഡ്സ് ആണ്. അതിനകത്ത് ഇൻക്ലൂഡിങ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റംസ് ആണ്. അതിന്റെ ഒരു സുസ്ഥിരതയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. മൂന്നാമത്, ഇന്നിപ്പോൾ ഏറ്റവും വലിയ എല്ലാ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനുമുള്ള പൊതുവായ ഭീഷണി എന്ന് പറയുന്നത് കാലാവസ്ഥാ മാറ്റമാണ്. അപ്പൊ കാലാവസ്ഥാ മാറ്റത്തിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയും വന്നിരുന്നു. അത് ഇതിന്റെ ഈ അക്വാട്ടിക് എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഈ പ്രഭാഷണ പരമ്പരയിൽ അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് വാട്ടർ ഗവർണൻസ് എന്നുള്ളതാണ്. അതിൽ നിന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. തുടർന്നുള്ള പിന്നെ ഈ പ്രഭാഷണ പരമ്പരകളിൽ പല വിഷയങ്ങളും എമർജിംഗ് ആയിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ട്. ഒന്ന് തീർച്ചയായിട്ടും കൃഷിയാണ്. പ്രത്യേകിച്ചും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും ഈ സംഭാഷണം ഒക്കെ നടക്കേണ്ടത്. അതിൽ പിന്നെ എനർജി അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് പല വികസന ലക്ഷ്യങ്ങളും ആയിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും വെള്ളം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. കാരണം ഇത് ഒന്ന് ജീവന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. രണ്ടാമത് എല്ലാ എക്കോസിസ്റ്റത്തിന്റെയും നിലനിൽപ്പ്, മനുഷ്യന്റെ നിലനിൽപ്പ് എല്ലാം ജലത്തിന്റെ ലഭ്യതയുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നേരത്തെ ഉള്ള പ്രഭാഷണ പരമ്പരയുടെ ബാക്കിയായിട്ടാണ്. അതിലുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒന്ന്, ഇന്ത്യയിലുള്ളൊരു വെള്ളത്തിന്റെ ഒരു ലഭ്യത ഏതവസ്ഥയിലാണ് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, ഇതുവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം ജലത്തിന്റെ പരിപാലനമാണ്, വാട്ടർ മാനേജ്മെന്റ് ആണ്. വാട്ടർ മാനേജ്മെന്റിൽ നിന്ന് മാറിയിട്ട് വാട്ടർ ഗവർണൻസിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുക, എന്തൊക്കെയാണ് മാറി ചിന്തിക്കേണ്ടി വരിക, ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഗവർണൻസിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് എന്താണ് ഒരു പൊതുസമൂഹത്തിന്റെ റോള്, അല്ലെങ്കിൽ സാധാരണ കമ്മ്യൂണിറ്റികളുടെ റോൾ എന്താണ്, അതിനകത്ത് നമുക്ക് എങ്ങനെ ഈ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയും, അതിനുള്ള ചില ഉദാഹരണങ്ങൾ കാണിക്കാം. ഇന്ത്യയുടെ വാട്ടർ പോളിസിക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നമുക്കൊരു ജലനയമുണ്ട്. ആ ജലനയത്തിൽ വരുന്ന കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ന്യൂനതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഇതിനൊക്കെ
പ്രത്യേകിച്ച് ഒരു ഗവർണൻസുമായിട്ട് ബന്ധപ്പെടുത്തിയ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇത്രയും ആശയങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. നമുക്ക് പൊതുവായിട്ടുള്ള ഒരു ധാരണ പറയാം. ആ ധാരണയ്ക്ക് കേരളവുമായിട്ട് ബന്ധമുണ്ട്. നമ്മളൊരു വാട്ടർ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വാട്ടർ അബണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പല ലോകരാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ജലസമൃദ്ധിയുണ്ട്. ജലസമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മഴയുണ്ട്. ഇപ്പൊ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ പോലും നമുക്ക് ശരാശരി മഴയുടെ ലഭ്യതയിൽ ഇന്ത്യയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു വാട്ടർ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു നേഷനാണ്. കേരളത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരാശരി 3000 മില്ലിമീറ്ററോളം മഴ കിട്ടുന്ന കേരളവും വാട്ടർ അബണ്ടന്റ് ആണ്. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്താണ്? നമുക്ക് ഇന്ത്യയിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ ഓരോ രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള ഭൂപ്രകൃതിയാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ജലം സമൃദ്ധമായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് നേരെ പരിപാലിക്കപ്പെടുന്നില്ല, ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ സമൃദ്ധമായിട്ട് കിട്ടുന്ന മഴയല്ല ആശ്രയിക്കുന്നത്. ഇപ്പൊ മഴ കാലാകാലങ്ങളായിട്ട് ഭൂമി പിടിച്ചു വെച്ച് ഗ്രൗണ്ട് വാട്ടറാക്കി മാറ്റുമ്പോൾ ആ ഗ്രൗണ്ട് വാട്ടറിനെ എക്സ്ട്രാക്ട് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ശ്രമിക്കുന്നത്, ഉള്ള വെള്ളത്തിനെ പരിപാലിക്കാനല്ല. ഇതൊക്കെയാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ലോകത്തെ തന്നെ ഏറ്റവും അധികം ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം എടുക്കുന്ന ഒരു പ്രദേശം ഭാരതമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യവും പട്ടിണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ കൃഷിയും അതിന്റെ ഉൽപാദനക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ജലവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പല വികസന ലക്ഷ്യങ്ങളെയും അട്ടിമറിക്കും എന്നുള്ളൊരു ഭീതി ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നല്ലൊരു ശതമാനം ജനങ്ങളുടെ ഉപജീവനം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് 3 സെക്ടറുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ ഒന്ന് അത് കൃഷിയാണ്, രണ്ടാമത്തത് ഫിഷറീസ് ആണ്, മൂന്നാമത്തത് വനവുമായിട്ട് ബന്ധപ്പെടുത്തിയ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ജീവസന്ധാരണ മാർഗങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാരാണ്. ഈ 3 സെക്ടറിന്റെയും ഏറ്റവും വലിയ പ്രശ്നം, ഇന്നത്തെ പ്രശ്നം എന്ന് 3ഉം ക്ലൈമറ്റ് സെൻസിറ്റീവാണ്. കാലാവസ്ഥയുമായിട്ട് ആശ്രയിച്ചാണ് ഇതിന്റെ നിലനിൽപ്പ് വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മഴ സമൃദ്ധമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2030-35 കൂടി ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറുമെന്ന് ധരിച്ചിരുന്ന ഇന്ത്യ ഏതാണ്ട് 2022 തന്നെ ലോകത്തെ ഏറ്റവും ജനസമൃദ്ധിയുള്ള രാജ്യമായിട്ട് മാറി. ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സ്ഥലം. ലോക ജനസംഖ്യയുടെ 19% ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഓരോ സെക്കൻഡിലും ഒരു പുതിയ ഇന്ത്യക്കാരൻ ജനിക്കുന്നു. അപ്പോൾ ഓരോ സെക്കൻഡിലും ഒരു പുതിയ ഇന്ത്യക്കാരൻ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, പ്രകൃതിയിൽ നിന്നുള്ള ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും ഓരോ സെക്കൻഡിലും അധികരിക്കുന്നു എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത്, ശുദ്ധജല സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ ശുദ്ധജല സ്രോതസ്സുകളുടെ കേവലം 4% മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകത്തെ ശുദ്ധജല സ്രോതസ്സുകളുടെ കേവലം 4% വരുന്ന ഒരു പ്രദേശത്താണ് ലോകത്തെ ജനസംഖ്യയുടെ 19% ജീവിക്കുന്നത് എന്നുള്ളതാണ് ജലവുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വെള്ളത്തിന്റെ ഡിമാൻഡ്, ഒരുപാട് പഠനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. പല ഏജൻസികളും, വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര ഏജൻസികളും പഠനം നടത്തിയിട്ടുണ്ട്. അവരുടെ പഠനങ്ങളെല്ലാം പറയുന്നത് ഏതാണ്ട് നമ്മളെ ഡിമാൻഡ് ആവശ്യകത എന്ന് പറയുന്നത് സപ്ലൈയുടെ 70% മാത്രമേ വരുള്ളൂ 2025 ആകുമ്പോൾ എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ലോകത്തെ ഏറ്റവും ഡെവലപ്പിംഗ് ആയിട്ടുള്ള, ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന എക്കണോമിയാണ് ഇന്ത്യയിലേത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഒരുപാട് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം നമ്മളൊരു ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആണ്. മാർക്കറ്റ് പല കമ്പനികളും അടുത്ത കാലത്ത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചൈനയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലേക്ക് കമ്പനികൾ പുതുതായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത് വളരെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള GDP ഉൽപാദനക്ഷമതയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇത് വളരെ നല്ലതാണെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാകുമെങ്കിലും പ്രശ്നമുണ്ടാകാൻ പോകുന്നത് വിഭവങ്ങളെല്ലാം എടുക്കുന്നത് ഇതേ ഭാഗത്തു നിന്നാണ്, ഇതേ ഭൂമിയിൽ നിന്നാണ്, ഇതേ സ്ഥലത്ത് നിന്നാണ്, വെള്ളം ഉൾപ്പെടെ ഇത്രയും അധികം ഇൻഡസ്ട്രീസ് ഇവിടെ വരുമ്പോൾ എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള വെള്ളത്തിന്റെ ഈ ഒരു വ്യത്യാസം വരുമ്പോൾ സ്വാഭാവികമായിട്ട് 2050 നമ്മുടെ മൊത്തം GDP-യിൽ 6% കുറവുണ്ടാകും. പ്രത്യേകിച്ച്
ജലവുമായിട്ട് ബന്ധപ്പെട്ട് ജലലഭ്യതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണക്കാക്കുമ്പോൾ ഇതാണ് പുതിയ പഠനങ്ങളൊക്കെ കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വ്യാപകമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നുണ്ട്. നമ്മൾ എക്കണോമി ഡെവലപ്പ് ആകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് എക്കണോമിക് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം എൻവയോൺമെന്റൽ ഡാമേജിങ് ആണ്. ഒരിക്കലും ഇത് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ ലഭ്യതയിൽ ഭാവിയിൽ കുറവുണ്ടാകാം. പിന്നെ നേരത്തെ പറഞ്ഞ ജനസംഖ്യയിലുണ്ടാകുന്ന ഈ വർധനവ്, ഇതൊരു പിന്നെ ഇതിനൊക്കെ പുറമെയാണ് കൂനിന്മേൽ ഗുരു എന്ന് പറയുന്നത് പോലെ ഇപ്പൊ സംഭവിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങളും. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് നമ്മൾ ഈ വെള്ളത്തിന്റെ ലഭ്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടന ഒരു പുതിയ വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ അൺസീൻ വാട്ടർ എന്നാണ് പറയുക. അതായത് നമ്മൾ ജലത്തിന്റെ ലഭ്യതയെ പറ്റി സാധാരണ ജനങ്ങൾ കാണുന്നതെല്ലാം ഈ പുഴകളിലും പിന്നെ തടാകങ്ങളിലും ഒക്കെ ഉള്ള ഉപരിതല ജലമാണ്. അപ്പോൾ ഉപരിതല ജലം അല്ല ലോകത്ത് ഏറ്റവും അധികം എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്, അത് ഭൂഗർഭ ജലമാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴും പ്രത്യേകിച്ചും ഇന്ത്യയും ആഫ്രിക്കയും പോലുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റും പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അധികം എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത് സർഫസ് വാട്ടർ അല്ല, ഗ്രൗണ്ട് വാട്ടറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അൺസീൻ വാട്ടർ, ഈ ഗ്രൗണ്ട് വാട്ടറിനെ നമ്മൾ കാണാത്ത അദൃശ്യമായ വെള്ളം എന്നപ്പോഴും ഇവർ പറയാനുള്ള കാര്യം അതാണ്. അത് മാത്രമല്ല, ഈ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഉച്ചകോടിക്ക് ശേഷം ഇതിനെ ഗ്രീൻ വാട്ടർ എന്ന് പറയുന്നുണ്ട്. കാരണം ഗ്രീൻ വാട്ടറിന്റെ അവൈലബിലിറ്റി ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഗ്രീൻ വാട്ടർ എന്ന് പറയുന്നത് വെള്ളം നമ്മൾ അദൃശ്യമായിരിക്കുന്ന പല പ്രതലങ്ങളുമുണ്ട്. ഒന്ന് തീർച്ചയായിട്ടും ഗ്രൗണ്ട് വാട്ടർ, അല്ലെങ്കിൽ നമ്മൾ അക്വിഫറുകളിൽ ശേഖരിക്കപ്പെടുന്ന ഭൂഗർഭ ജലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലാതെ വെള്ളം മണ്ണിനിടയിലുണ്ട്. ഈ മണ്ണിനിടയിലുള്ള വെള്ളമാണ് തീർച്ചയായിട്ടും ചെടികളുടെ വളർച്ചയ്ക്കും മണ്ണിന്റെ പിന്നെ വാട്ടർ കണ്ടന്റ് നിലനിർത്തുന്നതിലും ലോകത്തെ മൊത്തത്തിലുള്ള സസ്യങ്ങളുടെ വളർച്ചയും ആരോഗ്യമൊക്കെ തീരുമാനിക്കുന്നത് മണ്ണിനകത്തുള്ള ജലമാണ്. അത് ചിലപ്പോൾ ഹ്യൂമിഡിറ്റി ആയിരിക്കാം, സോയിൽ മോയ്സ്ചർ ആയിട്ടായിരിക്കാം കാണുക. ഇത് ഗ്രീൻ വാട്ടറാണ്. അപ്പൊ ഗ്രീൻ വാട്ടറിന്റെ അവൈലബിലിറ്റിയും പല സ്ഥലങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റവുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പൊ രണ്ട് കാര്യങ്ങൾ പുതിയ ഒരു കൺസെപ്റ്റായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ കാണാത്ത അദൃശ്യമായ ജലം, അത് ഭൂമിക്കടിയിലുള്ള ജലമാണ്. ഈ ജലമാണ് പലപ്പോഴും നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ അമിതമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാമത്, ഈ ഹരിതജലം എന്ന് പറയുന്ന ഈ സസ്യങ്ങളുടെ മണ്ണിലെ ജീവൻ നിലനിർത്തുന്ന, സോയിൽ ബയോഡൈവേഴ്സിറ്റിയും സോയിൽ ഫെർട്ടിലിറ്റിയും നിലനിർത്തുന്ന മണ്ണിനകത്ത് കാണുന്ന വെള്ളമുണ്ട്. ഇതിന്റെ പരിപാലനവും കൂടി നമ്മൾ വാട്ടർ മാനേജ്മെന്റിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രീൻ വാട്ടറിന്റെ പ്ലാനറ്ററി ബൗണ്ടറി എന്ന് പറയുന്ന പുതിയൊരു ആശയം കഴിഞ്ഞ 2-3 വർഷങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ മൊത്തത്തിൽ വെള്ളത്തിന്റെ പിന്നെ പ്ലാനറ്ററി ബൗണ്ടറിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അതല്ലാതെ മണ്ണിനകത്ത് തന്നെ നമ്മൾ കാണാതിരിക്കുന്ന വെള്ളത്തിന്റെ, അതാണ് ഈ പിന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്രോതസ്. അതിന്റെ ഒരു ബൗണ്ടറിയും കൂടി ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ മൊത്തത്തില് നമ്മളെ ഈ ജല ദൗർലഭ്യത്തിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ, ഒന്ന് ജനസംഖ്യാ വർധനമാണ്, രണ്ടാമത് പെട്ടെന്ന് വരുന്ന നഗരവൽക്കരണമാണ്. അത് വ്യാപകമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിനാക്കം കൂട്ടാനായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് നടക്കുന്ന റോഡ് വികസനം നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു മാറ്റം കഴിഞ്ഞ ഒരു 10 വർഷങ്ങളിൽ വന്നിരിക്കുന്നത് ഹൈവേ ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ ഹൈവേ ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും, പണ്ട് ഗ്രാമങ്ങളായിരുന്ന പല സ്ഥലങ്ങളും വളരെ പെട്ടെന്ന് നഗരങ്ങളായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും നല്ല പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നടക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ഇന്ത്യയാണ്. ഏറ്റവും അധികം വെള്ളം ആവശ്യമുള്ള ഒരു സെക്ടറും അതാണ്. പിന്നീട് കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സുസ്ഥിരമല്ലാത്ത കൃഷി രീതികൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, പല സ്ഥലങ്ങളിലും വെള്ളം സമൃദ്ധമായിട്ട് ഉണ്ട് എന്നുള്ളൊരു ധാരണയിൽ കൃത്യമായിട്ടുള്ള ജലപരിപാലന സംവിധാനങ്ങളുടെ അഭാവം വരുന്നുണ്ട്. അത് മാത്രമല്ല, പരമ്പരാഗതമായിട്ട് ഇന്ത്യയിൽ വെള്ളം ഇല്ലാതിരുന്ന എല്ലാ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ചും രാജസ്ഥാൻ, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ പരമ്പരാഗതമായിട്ടുള്ള ജലസംഭരണ മാർഗങ്ങൾ ഉണ്ടായിരുന്നു. വാട്ടർ ഹാർവസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ടായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല വാട്ടർ മാനേജ്മെന്റ് ഡിസൈൻസ് ആണ് ഇത് പലതും. പക്ഷെ അതെല്ലാം ഈ പുതിയ സംവിധാനങ്ങൾ വന്നതോടുകൂടി കൃത്യമായിട്ട് ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന, വളരെ എഫിഷ്യന്റ് ആയിട്ടുണ്ടായിരുന്ന, ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് ആയിരുന്ന വാട്ടർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ പലതും ഉപയോഗിക്കാതെയായി, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള, അതിന് പകരം ഒന്നും വന്നിട്ടുമില്ല എന്നുള്ളതാണ്. പിന്നെ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പൊ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജലവിഭവങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭീഷണികൾ ഇതൊക്കെയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കേന്ദ്ര ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ജലശക്തി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗാ റീജുവനേഷൻ, ഇതിനെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ ഒറ്റ മന്ത്രാലയമാണുള്ളത്. അതിനാണ് മിനിസ്ട്രി ഓഫ് ജലശക്തി എന്ന് പറയുന്നത്.
ജലശക്തിയുടെ റിപ്പോർട്ട് ഡൈനാമിക് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പൈലേഷൻ 2024 പുറത്തു വന്നിട്ടുണ്ട്. ഈ കമ്പൈലേഷൻ പറയുന്നത് 2021 അവസാനമായിട്ടുള്ളൊരു കണക്ക് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 2024 ഡേറ്റ അനുസരിച്ചിട്ട് ഇന്ത്യയിൽ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് പെർ ക്യാപിറ്റ പ്രതിശീർഷ ജലത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് 1513 ക്യൂബിക് മീറ്ററാണ്. ഇത് പക്ഷേ പിന്നെ കഴിഞ്ഞ തവണത്തെ കമ്പൈലേഷനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നല്ല. പക്ഷെ മെച്ചപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ പോലും ലോകത്തെ ശരാശരി ആലോഹരി ജലലഭ്യതയെക്കാളും നമ്മുടെ ജലലഭ്യത കുറവാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗ്രൗണ്ട് വാട്ടറിന്റെ അവൈലബിലിറ്റി നമുക്ക് കുറവാണ് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പോൾ അതിന്റെ അർത്ഥം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് പ്രത്യേകിച്ചും ഈ മിനിസ്ട്രി ഓഫ് ജലശക്തി ഒരുപാട് പരിപാടികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് വരാം. അപ്പൊ അത് നടപ്പിലാക്കിയിട്ടും കൂടി നമ്മുടെ ശരാശരി ആലോഹരി വെള്ളത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സർക്കാർ രേഖകളിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. അത് പല സ്ഥലങ്ങളിലും ഗ്രൗണ്ട് വാട്ടറിന്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് റീചാർജിനേക്കാളും കൂടുതലാണ്. കാരണം ഗ്രൗണ്ട് വാട്ടറിന്റെ അകത്ത് വെള്ളം ഉണ്ടാകണമെങ്കിൽ അത് അവിടെ സംഭരിക്കപ്പെടണം. അത് റെയിൻ വാട്ടർ കൃത്യമായിട്ട് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങണം. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അപ്പൊ ആ ഇറങ്ങുന്നതിനേക്കാളും റീചാർജ് ചെയ്യപ്പെടുന്നതിനേക്കാളും കൂടുതലാണ് പല സ്ഥലങ്ങളിലും നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് കുറച്ചു കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. വെള്ളം ഭൂമിക്കടിയിലേക്ക് പോകുന്നതിന്റെ അളവ് കുറയുന്നു, അതേസമയം നമ്മൾ എടുക്കുന്നതിന്റെ അളവ് കൂടുന്നു. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല. ഇതിൽ പ്രാദേശികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ പൊതുവായിട്ട് ഇതാണ് അവസ്ഥ എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേറൊരു കാര്യം പറയേണ്ടത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞ കാര്യമാണ്. ഇത് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. ഈ ആഗോളതലത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോകത്തെ പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഗ്രൗണ്ട് വാട്ടർ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ മൊത്തത്തിലുള്ള ചലനത്തെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഭൂമി കറങ്ങുന്ന രീതി, അതിന്റെ ചരിവ്, ഇതിനെയൊക്കെ തന്നെ ഭൂമിക്ക് അകത്തു നിന്ന് ഒരുപാട് വെള്ളം നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ചില വിഭാഗ ശാസ്ത്രജ്ഞന്മാർ അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. പക്ഷെ പൊതുവായിട്ട് ഭൂമിക്ക് മൊത്തത്തിലുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നതും ഈ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ ഭൂമിയിൽ തന്നെ മൊത്തത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ വാട്ടർ മാനേജ്മെന്റിനെ പറ്റി ചിന്തിക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ജലമില്ലാത്ത അവസ്ഥയിൽ ജലത്തിന്റെ ലഭ്യത കുറയും എന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ പരിപാലനത്തിന് ഒരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. രണ്ടാമത്, നമ്മൾ ജലം പരമാവധി പുനരുപയോഗിക്കുക, റീയൂസ് സ്ട്രാറ്റജീസ്. പല രീതിയിലും എങ്ങനെ ഉള്ള ജലം എങ്ങനെ പരമാവധി ഉപയോഗിക്കാം എന്നുള്ളൊരു ധാരണയുണ്ട്. മഴവെള്ളം പിടിച്ചു വെക്കാനുള്ള മഴക്കൊയ്ത്ത് സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലാൻഡ് യൂസ്, ഭൂപരിപാലനം, പ്രത്യേകിച്ച് നീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഭൂപരിപാലനം എങ്ങനെ നമുക്ക് കൂടുതൽ ജല സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ട് ഇതിന്റെ ഉപഭോക്താക്കളെ എല്ലാം കൃത്യമായിട്ട് ബോധവൽക്കരിക്കാനുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ജലപരിപാലനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളാണെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് സംസാരിക്കുന്ന വിഷയം എങ്ങനെയാണ് വാട്ടർ ഗവർണൻസ് ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നതെന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ജലപരിപാലനം, ഇതുവരെയുള്ള നമ്മുടെ പലപ്പോഴുമുള്ള ചർച്ചകൾ പലപ്പോഴും വാട്ടർ മാനേജ്മെന്റിനെ പറ്റി മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ വാട്ടർ ഗവർണൻസ് എന്ന് പറയുന്നത് ജലത്തിന്റെ ഉപയോഗം എങ്ങനെ ഒരു സമഗ്രമായിട്ട് നടപ്പിലാക്കാനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ, നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതിനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഇതിന്റെ എല്ലാം ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ വഴി എങ്ങനെ സാധ്യമാക്കും എന്നുള്ള ചിന്തയാണ് വാട്ടർ ഗവർണൻസിനകത്ത് വരുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഒരു തലത്തിൽ, അതുപോലെ തന്നെ ഒരു സോഷ്യൽ, എക്കണോമിക്, അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളിലൊക്കെ തന്നെ ഈ വാട്ടർ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കാമെന്നും അതുവഴി എങ്ങനെ ജലപരിപാലനം ഉറപ്പുവരുത്താമെന്നുള്ളതാണ് വാട്ടർ ഗവർണൻസുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങളിൽ, നമ്മുടെ ഭരണക്രമങ്ങളിൽ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് എങ്ങനെ ജലപരിപാലനം ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളതാണ് വാട്ടർ ഗവർണൻസ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പല
കമ്പോണൻസും അടങ്ങിയിരിക്കുന്ന പ്രധാനമായിട്ടുള്ള കമ്പോണൻസിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് സ്പെസിഫിക്കലി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇതിനകത്ത് ആദ്യം വരുന്നത് തീർച്ചയായിട്ടും ഇത്തരം തീരുമാനങ്ങൾ വരേണ്ടത് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. അപ്പൊ തീരുമാനങ്ങളെല്ലാം ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന രീതിയിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും തീരുമാനങ്ങൾ എടുക്കേണ്ടത് പ്രത്യേകിച്ചും ജലവുമായിട്ട് ബന്ധപ്പെട്ട സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഒക്കെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് സർക്കാരുകളാണ്, ഈ രാഷ്ട്രീയ സംവിധാനങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ അതിന് അവിടെ തൊട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഈ വാട്ടർ ഗവർണൻസിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല നമ്മുടെ പ്ലാനിംഗ് പ്രോസസ്സിൽ നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു പ്രധാന അജണ്ടയായിട്ട് വരിക എന്നുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. അത് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഉപഭോക്താക്കളുണ്ട്. അതിനകത്ത് കൃഷിക്കാർ മുതൽ തുടങ്ങിയിട്ട് ഇൻഡസ്ട്രീസ് വരെയുള്ള ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാം കൃത്യമായിട്ടുള്ള പങ്കാളിത്തം എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ള ഒരു ചർച്ച ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഗവേണൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജലത്തിന്റെ സുസ്ഥിരമായ ഉപയോഗം അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഉപയോഗം ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നു. ഒന്ന് അതിനൊരു സാമൂഹികമായ ഒരു മാനമുണ്ട്, ഒരു സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്, അതിനൊരു സാമ്പത്തികമായ ഒരു തലമുണ്ട്, ഒരു പ്രതലമുണ്ട്, അത് എക്കണോമിക് ഡയമെൻഷൻ എന്ന് പറയും. അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഉണ്ട്, അതുപോലെ ഒരു രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലമുണ്ട്, അതുപോലെ തന്നെ ഒരു പാരിസ്ഥിതികമായ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു വാട്ടർ ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഭരണ സംവിധാനത്തിൽ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത് വാട്ടർ ഗവേണൻസിൽ എന്ന് പറയുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇതുപോലെ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് കൃത്യമായിട്ടൊരു വാട്ടർ ഗവേണൻസ് കൊണ്ടുവരാൻ കഴിയുക? ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ഒറ്റ കുടയുടെ കീഴിലായിട്ട് ഇതെല്ലാം വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു ആഗോളതലത്തില് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടന വിഭാവനം ചെയ്തിരിക്കുന്ന വാട്ടർ ഗവേണൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഒരു കോർ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വാട്ടർ ഗവേണൻസ് വിഭാവനം ചെയ്യുന്നത് ഇത് ഇഫക്റ്റീവ് ആകുക എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് വെള്ളത്തിന്റെ ഉപയോഗം ഇഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയും, അതുകൊണ്ടാണ് അത് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എഫിഷ്യൻസിയാണ്. നമ്മൾ ഉദാഹരണം ഇന്ത്യയിൽ പൊതുവായിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് ഈ അഗ്രികൾച്ചറൽ സെക്ടറാണ്. അപ്പൊ അങ്ങനെ അഗ്രികൾച്ചർ സെക്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളമാണോ കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് പ്രിസൈസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അത് ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യത്തിലും ആ ഒരു ചിന്തയുണ്ട്. അപ്പൊ ഒരു പ്രിസിഷൻ അഗ്രികൾച്ചറിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഒരു 10-1 വെള്ളമേ ശരിക്കുള്ള ആവശ്യം അവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിപാലന സംവിധാനങ്ങളൊക്കെ തന്നെ വളരെ ഇഫക്റ്റീവ് ആണോ എന്നുള്ളൊരു ചിന്ത വരേണ്ടതുണ്ട്. രണ്ടാമത്, ഒരു സാധാരണ ജനത്തിനെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെങ്കിൽ എളുപ്പമല്ല. ഇപ്പൊ അവര് പരമ്പരാഗതമായിട്ട് ചില രീതികൾ പിന്തുടരുന്നുണ്ട്, പ്രത്യേകിച്ച് വെള്ളത്തിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെടുത്തിയ രീതികൾ പിന്തുടരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടത്, അപ്പൊ അവരെ നമ്മൾ ബോധവൽക്കരിക്കുന്നതിന് ഒപ്പം തന്നെ വേണ്ടത് അവരൊരു ട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അവരുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും വരണം. അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഇത് ഉപയോഗിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റീസിന്റെ ഇൻവോൾവ്മെന്റ്, അവരുടെ ട്രസ്റ്റ് ഉണ്ടാക്കുക, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യുക ഈ ഓരോ ഘട്ടത്തിലും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ നീർത്തട സംരക്ഷണ പരിപാടിയായിട്ട് ബന്ധപ്പെടുത്തി ഈ ജനകീയ ആസൂത്രണ സമയത്തും ചെയ്ത കാര്യങ്ങളാണ് അവരെയും കൂടെ കൂട്ടിയിരുത്തി മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രദേശം അവരെയും കൂടെ കൂട്ടിയിരുത്തി മാപ്പ് ചെയ്യുക, അതിന്റെ കണക്കുകൾ അവരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർ ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങും, അവർ പങ്കാളികളാകാൻ മടിയുണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എതിർപ്പായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, ട്രസ്റ്റ് ആൻഡ് എൻഗേജ്മെന്റ് എന്നുള്ളതിനകത്ത് ബന്ധപ്പെടുത്തിയാണ് വരേണ്ടത്. രണ്ടാമത് ഒരുപാട് ഘടകങ്ങളുണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിൽ മൊത്തമായിട്ടൊരു വാട്ടർ ഗവേണൻസിന് വേണ്ടി ഒരു സിംഗിൾ പാക്കേജ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഓരോ പ്രദേശത്തും വെള്ളത്തിന്റെ ലഭ്യത, വിതരണം, ഉപയോഗം ഇതെല്ലാം വ്യത്യസ്തമാണ്, തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ ആദ്യം വേണ്ടത് ഒരു പ്രത്യേക പ്രദേശത്ത് ഇപ്പൊ കരമന റിവറിന്റെ ഒരു റീജുവനേഷൻ പദ്ധതിയാണ് നടക്കേണ്ടതെങ്കിൽ ആദ്യം വേണ്ടത് എത്ര വാട്ടർ ഷെഡ് വഴി ഈ നദി ഒഴുകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്കാണ്. നമുക്ക് ആ കണക്കുണ്ട്. പക്ഷെ നമുക്ക് ഇല്ലാത്ത കണക്ക് എന്ന് പറയുന്നത് ഓരോ വാട്ടർ ഷെഡിലുമുള്ള ഫസ്റ്റ് ഓർഡർ സ്ട്രീം, സെക്കൻഡ് ഓർഡർ സ്ട്രീം, ഇതിന് എത്ര ആരോഗ്യമുണ്ട്, ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് എത്ര വെള്ളം ഒഴുകുന്നുണ്ട്, അവിടുത്തെ വാട്ടർ ഷെഡിന്റെ ആരോഗ്യം എങ്ങനെയാണ്, അതിനകത്ത് ആവശ്യമുള്ള വെള്ളം എത്തിക്കാനുള്ള ആരോഗ്യം ഭൂമിക്കുണ്ട്, സോയിലിന്റെ ഫെർട്ടിലിറ്റി എങ്ങനെയാണ്, സോയിലിന് എത്ര വെള്ളം പിടിച്ചു വെക്കാൻ കഴിയുന്നുണ്ട്, ഈ കണക്കെല്ലാം നമ്മൾ പണ്ടെടുത്തതാണ്. ഇത് ഈ പുതിയ കാലഘട്ടത്തിൽ സോയിലിന്റെ പ്രത്യേകിച്ച് ഇത്രയധികം
ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ ആദ്യം സംഭവിക്കുക എന്നുള്ളത് അതിന്റെ ഓർഗാനിക് കണ്ടന്റ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഓർഗാനിക് കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കണക്ക് ചിലപ്പോൾ 10, 20, 30 വർഷത്തിന് മുമ്പുള്ളതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിന്റെ റീറ്റൻഷൻ കപ്പാസിറ്റി സോയിലിന് കുറയുകയാണ്. അപ്പോൾ സോയിൽ ഹെൽത്തിൽ തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ ഉണ്ടാക്കുക, ആ ഇൻഫർമേഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെയും എപ്പോഴും എല്ലായ്പ്പോഴും ഇതൊരു വലിയ ഗവേഷണ പദ്ധതിയായിട്ട് സർക്കാരിന് ഏറ്റെടുത്ത് നടപ്പിലാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരിപ്പോൾ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം പരിസരത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇതിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ ക്രമം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ഉള്ള രാജ്യങ്ങളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ജപ്പാൻ ഉണ്ടാവാം, അത് ചിലപ്പോൾ ചെറിയ രാജ്യങ്ങളായ ഫിൻലൻഡ് ഉണ്ടാവാം. ഇവിടെ എല്ലാം ചെയ്യുന്നത് കുട്ടികളെ ഈ പ്രോസസ്സിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ കൃഷിയിൽ പങ്കാളികളാക്കുക, അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ക്ലാസ് റൂം വൃത്തിയാക്കാനായിട്ട് പ്രത്യേക സ്റ്റാഫില്ല, അവിടെയാണ് തുടങ്ങുന്നത്. നമ്മുടെ ഈ സിവിക് സെൻസ് തുടങ്ങുന്നത് അവിടെയാണ്. ക്ലാസ് റൂം വൃത്തിയാക്കുന്നത് മുതൽ ജപ്പാനിലെ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ ക്ലാസ് റൂം വൃത്തിയാക്കിയിട്ടാണ് ക്ലാസ്സിനകത്തേക്ക് ഇരിക്കുന്നത്. അത് കഴിയുമ്പോൾ നാട്ടിൽ നടക്കുന്ന എല്ലാ കൃഷി രീതികളും കുട്ടികൾ ചെയ്ത് നോക്കുന്നുണ്ട്. വാട്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അവരുടെ പ്രദേശത്ത് തന്നെ അവർ നേരിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്കൂൾ ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് എന്താണ് നെല്ല്, എന്താണ് അരി, ഇത് എവിടുന്ന് വരുന്നു എന്നുള്ള ചോദ്യങ്ങൾ പോലും പലപ്പോഴും അമ്പരപ്പുളവാക്കുന്നതാണ് എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രകൃതിയിൽ നിന്ന് ഒരു മാറി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ ക്രമം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഡേറ്റ കളക്ഷനും നമുക്ക് വിവരശേഖരണത്തിന് ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറുപ്പക്കാരായ കുട്ടികളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഭാവിയിൽ സ്വാഭാവികമായിട്ട് ഒരു പുഴയോ ഒരു ചെറിയ അരുവിയോ ഒക്കെ വറ്റിപ്പോയാൽ അവർ പ്രതികരിക്കും എന്നുള്ളതാണ്. കാരണം അവരത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതിൽ നിന്നൊരു എലിനിയേഷൻ എന്ന് പറയുന്നത്, പ്രകൃതിയിൽ നിന്ന് എലിനിയേഷൻ വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഭാഗമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് അതിനുള്ള ഫിനാൻസിങ് വേണം. ഫിനാൻസിങ് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളിൽ തന്നെയാണ് അവരുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തുകൾ ഇതിനു വേണ്ടിയിട്ട് പണം മാറ്റിവെക്കേണ്ടി വരും, കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്കുണ്ട്. റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കണം, പുതിയ ഗവർണൻസ് രീതികൾ ഉണ്ടാക്കണം. കാരണം പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കിയ രീതികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇന്റഗ്രിറ്റിയും ട്രാൻസ്പാരൻസിയും വേണം. നമുക്ക് ട്രാൻസ്പാരൻസി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം ഇന്ത്യയിൽ പ്രത്യേകിച്ചും നമുക്കിപ്പോൾ ട്രാൻസ്പാരൻസി ഉള്ളത് പലപ്പോഴും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വഴി മാത്രമാണ്. അപ്പം നമുക്കൊരു വിവരം സർക്കാരിൽ നിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴി ഇന്നത്തെ കാലഘട്ടത്തിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ചിട്ട് ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് ഇന്ത്യയിൽ എത്ര വെറ്റ്ലാൻഡ്സ് ഉണ്ട്, നമുക്ക് എത്ര വയലുകളുണ്ട്, ഈ വയലുകളുടെയൊക്കെ ഡേറ്റ എന്താണ്, ഈ ഡേറ്റ പബ്ലിക്കിന് അവൈലബിൾ ആകുമ്പോഴാണ് ഡേറ്റ ട്രാൻസ്പാരന്റ് ആകുന്നത്. ഉദാഹരണം, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കിയത് നമുക്ക് ഡാമിൽ എത്ര വെള്ളമുണ്ടെന്ന് അറിയില്ല. ഡാമുകളിൽ സംഭരണശേഷിയെ പറ്റിയിട്ട് ഒരു വിവരമില്ല എന്നുള്ളതാണ്. സംഭരണശേഷിയെ പറ്റിയിട്ടുള്ള ജലത്തിന്റെ ഒരു വിവരം നമുക്ക് ഒരു ട്രാൻസ്പാരന്റ് ഡേറ്റ ആകേണ്ടതാണ്. വാട്ടർ ബഡ്ജറ്റ് കണക്കാക്കണമെങ്കിൽ ഓരോ നീർത്തടത്തിന്റെയും വാട്ടർ ബഡ്ജറ്റ് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിലും അത് ട്രാൻസ്പാരന്റ് ആണെങ്കിലും ആർക്കും ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതിനൊരു ഡിസ്പ്യൂട്ട് വരത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡേറ്റകൾ ഇതിനകത്തൊരു സീക്രസി ഉള്ള ഡേറ്റകളൊന്നുമല്ല, ഇത് പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ ഡേറ്റയാണ്. അപ്പൊ ഇത് ഡേറ്റകളുടെ ഒരു ട്രാൻസ്പാരൻസിയും അതിന്റെ ഇന്റഗ്രിറ്റിയും ഉണ്ടാകണം. ഇത് പൊതുജന പങ്കാളിത്തത്തോട് നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഡേറ്റയ്ക്ക് ഒരു വിശ്വാസ്യതയും സ്വീകാര്യതയും വരും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം, വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെടുത്തി സർക്കാരിനുള്ള ഡേറ്റയെക്കാളും നല്ലൊരു ഡേറ്റ അവിടെ ഉണ്ടായിരുന്നത് പരിഷത്ത് ഉൾപ്പെടെ ഉള്ള സംഘം നടത്തിയ പ്രാദേശികമായിട്ട് നടത്തിയ ഒരു പഠനമാണ്. അതിൽ നിന്ന് ഡേറ്റ അവൈലബിൾ ആണ്. ഇതേ പ്രദേശങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള മഴയുടെ ഡേറ്റ, ഭൂമിയുടെ ഡേറ്റ, പ്രകൃതിയുടെ ഡേറ്റ, ഇതെല്ലാം കൃത്യമായിട്ട് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യത്തിനകത്ത് ഡേറ്റ ഇല്ലാതെ സയൻസിനകത്ത് നമുക്ക് വേണ്ടത് തെളിവുകളും ആണ്, പ്രൂഫാണ് വേണ്ടത്. അതിനെ നമുക്ക് തെളിയിക്കപ്പെടാൻ പറ്റണം. അതിന് വേണ്ടത് ഡേറ്റയുടെ ട്രാൻസ്പാരൻസിയാണ് എന്നുള്ളതാണ്. സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് തീർച്ചയായിട്ടും വരണം. ഇത്തരം പ്രവർത്തനങ്ങളിൽ ആരാണോ ജലം ഉപയോഗിക്കുന്നത് അവരെയും കൂടെ പങ്കാളികളാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം. അത് കൃത്യമായിട്ട് നിരീക്ഷിക്കപ്പെടുകയും ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയും വേണം. അതുപോലെ തന്നെ അതിനൊരു ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും കൃത്യമായിട്ടുള്ള പങ്ക് എന്താണ്, ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം. അതുപോലെ തന്നെ ഓരോ
വാട്ടർ ഷെഡിലും ഓരോ ബേസിനിലും കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കണക്കുകൾ വെവ്വേറെ വേണം എന്നുള്ളതാണ്. ഈ ഡേറ്റകളെല്ലാമാണ് പുതിയ പോളിസി ഉണ്ടാക്കുമ്പോൾ, പുതിയ നയം ഉണ്ടാക്കുമ്പോൾ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് മാറേണ്ടത് എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ അത് ചെയ്യാൻ കെൽപ്പുള്ള കുറച്ച് ആൾക്കാരെ ട്രെയിൻ ചെയ്യുകയും വേണം, കപ്പാസിറ്റി ബിൽഡിംഗ് വേണം. ഉദാഹരണം വാട്ടർ ഷെഡ് ബന്ധമായിട്ട് ബന്ധപ്പെടുത്തി തീർച്ചയായിട്ടും വേണ്ടത് കൃത്യമായിട്ട് പരിശീലനം ലഭിച്ചിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സാണ്. ഇപ്പം നമുക്കൊരു ഭൂമിയിൽ മാറ്റം വരുത്തുമ്പോൾ അതൊരു സിവിൽ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഒരു വാട്ടർ ഷെഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സേവനം വേണ്ടത് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെയാണ്. പക്ഷേ നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ മുഴുവൻ ഈ പാരിസ്ഥിതിക അവബോധം എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ചിന്തകളിൽ എപ്പോഴും ഒരു പുഴയെ അവർ കാണുന്നത് ഒരു പൈപ്പ് ലൈൻ മാത്രമായിട്ടാണ്. അവിടെ എവിടെയെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം, ബെൻഡ് ചെയ്യാം, ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും എഞ്ചിനീയറിംഗ് പാരഡൈമിൽ പൊതുവായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് മാറി ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പുതിയ തലമുറയിൽ. പക്ഷേ അതിനുള്ള അവസരങ്ങൾ അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടും കൂടി വരണം എന്നുള്ളൊരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വാട്ടർ ഗവേണൻസിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ ഊന്നൽ നൽകേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വാട്ടർ സപ്ലൈ ഇപ്പം നിലവിലുള്ള ജലത്തിന്റെ ലഭ്യത മെച്ചപ്പെടുത്താൻ കഴിയുക, ഒരു ഓഗ്മെന്റേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്തയാണ് വരിക. പിന്നെ രണ്ടാമത് ഈ ജനങ്ങളുടെ പങ്കാളിത്തം വേണമെന്നുണ്ടെങ്കിൽ, ജനങ്ങൾ ഈ ഡേറ്റ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ജലവുമായിട്ട് ബന്ധപ്പെട്ട സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ കൊടുക്കണം. ഒരു ഫോഴ്സ് വഴി ചെയ്യിക്കേണ്ട കാര്യമല്ല ജലസംരക്ഷണം എന്ന് പറയുന്നത്. ജലസംരക്ഷണം അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണെന്നുള്ള ധാരണയിൽ അവരെ ബോധവൽക്കരിച്ചിട്ട് തുടങ്ങേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് ഈ പരമ്പരാഗതമായിട്ട്, ഉദാഹരണം മലയാളികളുടെ ഒരു പരമ്പരാഗത രീതിയുണ്ട്, നമ്മൾ ഇങ്ങനെ കുളിക്കുള്ളൂ, നമ്മളൊരു 10 ബക്കറ്റ് വെള്ളത്തിൽ എല്ലാ ദിവസവും കുളിക്കുമെന്നൊരു ധാരണയുണ്ട്. ഇത് ഓക്കെ ആയിരുന്നു ഒരു കാലത്ത്, വെള്ളം ആവശ്യത്തിനുണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് നമ്മളൊരു കൾച്ചറൽ ബിലീഫുകളിൽ നിന്ന് മാറ്റം വരുത്തേണ്ട സമയമായി. അത് വ്യക്തികളായിട്ട് വേണം, ഒരു കുടുംബമായിട്ട് വേണം, സമൂഹമായിട്ട് വേണം. കാരണം പരമ്പരാഗതമായിട്ട് നമ്മൾ ജലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കേരളത്തിലെ മറ്റൊരു ഉദാഹരണം എടുക്കാം, ഇന്ത്യയിൽ പൊതുവായിട്ട്. അത് നമ്മളിപ്പോഴും നമ്മുടെ എല്ലാ ടോയ്ലറ്റുകളും ഉപയോഗിക്കുന്നത് ഇത്രയധികം പൈസ ചിലവാക്കി ക്ലീൻ ചെയ്ത അതേ വെള്ളമാണ്, അതേ ടാപ്പ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 2 രീതിയിലുള്ള സംവിധാനമില്ല. ഈ മാറേണ്ട കാലം കഴിഞ്ഞു, മാറേണ്ട കാലം എന്നോ കഴിഞ്ഞു. കാരണം നമുക്ക് കുടിവെള്ളമാണ് പലപ്പോഴും നമ്മൾ തോട്ടം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് മുഴുവൻ ഗവൺമെന്റ് വളരെ പ്രഷ്യസ് ആയിട്ട് ശുചീകരിച്ച് നമുക്ക് എത്തിച്ചേരുന്ന ഒരു സംവിധാനമാണ്. അത് മാറേണ്ട സമയം കഴിഞ്ഞു. അത് നമുക്ക് മറ്റ് ഈ ശുദ്ധീകരിച്ച ജലവും മറ്റ് ജലവും ഇതിനകത്തേക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട്. അതിനുവേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് പെനാൽറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ വെക്കുന്ന പെനാൽറ്റി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ദുരുപയോഗം എന്ന് പറയുന്നത് ഒന്നുമില്ല, വളരെ നെഗ്ലിജിബിളാണ്. ഇതൊരു പക്ഷേ അവർക്ക് ഇത് വെള്ളത്തിന്റെ ദുരുപയോഗം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പെനാൽറ്റി ആയിട്ടാണ് പലപ്പോഴും ഇന്നത്തെ ഒരു സാമ്പത്തിക സംവിധാനങ്ങളിൽ നമ്മൾ കാണേണ്ടതെന്നുള്ളത്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള പെനാൽറ്റി അതിനകത്ത് വരണം. അത് ഏത് സ്ഥലങ്ങളിലായാലും കൃത്യമായിട്ടുള്ള പെനാൽറ്റി വെള്ളത്തിന്റെ ദുരുപയോഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി വരുന്നത് നമുക്ക് ഇതിനകത്ത് ഈ നമ്മുടെ ഫോക്കസ് വാട്ടർ ഗവേണൻസിൽ എവിടെയെല്ലാം ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു പോകാൻ പോകുന്നത്. ഒന്നാമത്തത്, പലപ്പോഴും നമ്മളെ പിന്തുടരുന്ന ജലസേചന സംവിധാനങ്ങളൊക്കെ തന്നെ വളരെ വളരെ പഴയ ഒരു രീതിയാണ്. അപ്പൊ അതെല്ലാം മാറിയിട്ട് കുറച്ചും കൂടെ വാട്ടർ എഫിഷ്യന്റ് ആയിട്ടുള്ള ടെക്നോളജീസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് ഉദാഹരണം കൃഷി തന്നെയാണ് ഒരു പ്രകടമായ ഉദാഹരണം. നമ്മൾ വെള്ളം വെറുതെ പറമ്പിലേക്ക് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്, വലിയ ഹോസ് വെച്ചിട്ട് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെല്ലാം മാറിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് മാറേണ്ടുന്ന, പ്രിസിഷൻ അഗ്രികൾച്ചറിലേക്ക് മാറേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യേകത. രണ്ടാമത് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷനാണ്. കാരണം ഇപ്പോഴും ഇന്ത്യയിൽ പലപ്പോഴും ഈ പുതിയ വിളകൾ ഉപയോഗിക്കുന്നത് പലതും വളരെയധികം വെള്ളം ആവശ്യമുള്ള വാട്ടർ ഡിമാൻഡിങ് ആയിട്ടുള്ള ക്രോപ്പുകളാണ്. അത് ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ടുള്ള കൃഷി രീതികളിൽ മാറ്റം കൊണ്ടുവരണം. മില്ലറ്റ് ഒരു ഉദാഹരണമാണ്. ഒരുപാട് കഴിഞ്ഞ വർഷങ്ങളിൽ ബോധവൽക്കരണം നടക്കുന്നുണ്ട്, അതൊരു വലിയ കാര്യമാണ്. രണ്ടാമത് നമുക്ക് ഓരോ സ്ഥലത്തെയും ജലലഭ്യത അനുസരിച്ച് കൃഷി മാറ്റേണ്ടുന്ന ഒരു സമയമായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിൽ നടക്കുന്ന കൃഷി രീതികൾ എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ലോകത്തെ ഏറ്റവും അധികം പച്ചക്കറി കൃഷി കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്നത് ടെക്നോളജിയാണ്. കൃത്യമായ ടെക്നോളജിയാണ്. വെള്ളം വളരെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന സംവിധാനങ്ങളാണ്. അവിടെയാണ് നമ്മൾ കാണേണ്ടത് ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്, പ്രത്യേകിച്ച് ഏറ്റവും വെള്ളം കുറവാകുന്ന ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ്.
രണ്ടാമത് പിന്നെ നമുക്ക് വെള്ളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നത് അൺഈക്വലാണ്, ഒരേപോലെ അല്ല. അതേസമയം എല്ലാ സ്ഥലങ്ങളിലും ഒരേ രീതിയിലുള്ള ജലത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഉദാഹരണം, ഈ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാച്ചിമട നോക്കിയാൽ, പ്ലാച്ചിമടയിലാണ് ഏറ്റവും അധികം ഭൂഗർഭജലമുള്ള സ്ഥലം. അവിടെ ഇത്രയും ഒരു കോർപ്പറേറ്റ് കമ്പനി അവിടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല അക്വിഫറുള്ള സ്ഥലങ്ങൾ ഒന്നാണ് ഈ നമ്മുടെ റെയിൻ ഷാഡോ ഏരിയ ആയിരിക്കുന്ന പാലക്കാട് നമ്മുടെ മനസ്സിലാക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പം ഉപയോഗം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വലിയ ഒരു പ്രശ്നമാണ്. നമ്മൾ എവിടെ ആരെ എന്തിന് ഉപയോഗിക്കാനുള്ള അനുമതി നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ വിതരണം ഒരുപോലെയല്ല. അപ്പോൾ അതനുസരിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ ചർച്ച ചെയ്യുന്ന വേറൊരു വിഷയം കൂടിയുണ്ട്. അതായത് നമ്മൾ കേരളത്തിൽ എക്കോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നു. എക്കോ ടൂറിസം എന്ന് പറയുന്നതും ഏറ്റവും അധികം ജലം ആവശ്യമുള്ള ഒരു സംവിധാനമാണ്. അപ്പം പലപ്പോഴും പറ്റുന്നത് നമുക്കൊരു വിശേഷ ദിവസങ്ങളിൽ ഒരു ടൂറിസം സെന്ററിലേക്കും കടന്നു കയറാൻ പറ്റില്ല. മൂന്നാർ ഒരു ഉദാഹരണം, വയനാട് വേറൊരു ഉദാഹരണം. എല്ലാ അവധി ദിവസങ്ങളിലും അവധിക്കാലങ്ങളിലും ആ ചുരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ 5-6 മണിക്കൂർ. അപ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഫുട്പ്രിന്റും കൂടെ ആലോചിക്കണം. അപ്പോൾ ഈ എക്കോ ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് കാരിയിങ് കപ്പാസിറ്റിയും കൂടിയാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് എത്ര ആൾക്കാരാകാം, ഒരു ദിവസം എത്ര പേരാകാം, അത് വെച്ചിട്ട് സീൽ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതങ്ങനെയാണ് ലോകത്ത് പലതരങ്ങളിലും എക്കോ ടൂറിസം ചെയ്യുന്നത്. എക്കോ ടൂറിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് പരമാവധി ആൾക്കാരെ ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ദിവസം കയറ്റിവിടുക എന്നുള്ളതല്ല. അപ്പോൾ അത് ഒരുപാട് സമ്മർദ്ദങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. പിന്നീട് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ കൂടി വരുന്നുണ്ട്. എന്നാലും പോളിസി നിർമ്മാണത്തിന് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും നാമമാത്രമാണ് എന്നുള്ളതും കൂടെ കാണേണ്ടി വരും. രണ്ടാമത് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥ മാറുമ്പോൾ തീർച്ചയായിട്ടും ഓരോ പ്രദേശത്തിലും കൃത്യമായിട്ട് ആ പ്രദേശത്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കൃഷി രീതികളിലേക്കും ജലത്തിന്റെ ഉപയോഗത്തിലേക്കും നമ്മൾ മാറണം. ആ രീതിയിലേക്ക് നമ്മൾ ഇപ്പോഴും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃഷിയുടെ കാര്യത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ്. ആ രീതിയിലേക്ക് മാറേണ്ടി വരും. പിന്നെ നമുക്ക് ഇന്ത്യ പോലുള്ള സ്ഥലത്ത് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നടക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലത്തിന്റെ ഉപയോഗവും അതിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങളാണ്. ഇപ്പൊ അടുത്ത കാലത്ത് വലിയൊരു പ്രശ്നം ചർച്ച ചെയ്യുന്നത് ചൈനയിലുണ്ടാകുന്ന വലിയ ഡാമുകളും അവിടെ ഉണ്ടാകുന്ന വാട്ടർഷെഡിൽ ഉണ്ടാകുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി എങ്ങനെ ഇന്ത്യയെ ബാധിക്കും എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരുന്ന കാലങ്ങളിലും ഈ ഡിസ്പ്യൂട്ടുകൾ കൂടാനാണ് സാധ്യത. അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ കൃത്യമായിട്ടൊരു മാനേജ്മെന്റിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ആവാസ വ്യവസ്ഥകളെ കൃത്യമായിട്ട് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് റിജുവിനേറ്റ് ചെയ്യുക എന്നുള്ള ചർച്ചകൾ നടക്കേണ്ടുന്ന ഒരു സമയമാണ്. അക്കൗണ്ടൻസിയും ട്രാൻസ്പാരൻസിയും കൊണ്ടുവരേണ്ടുന്ന സമയമാണ്. ഇതെല്ലാം ജലവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. ഒരു കാര്യം വികസനവുമായിട്ട് ബന്ധപ്പെടുത്തിയ ചർച്ചകളിൽ ജലത്തിന്റെ ഉപയോഗം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിന്റെ ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ ജലത്തിന്റെ ആവശ്യമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് വെള്ളായണി കായലാണ്. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളായണി കായൽ എന്ന് പറയുന്നത് ഒരു അക്ഷയ പാത്രമാണെന്നുള്ള ധാരണയാണ്. അതല്ല, പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളായണി കായലിന്റെ ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10-30 വർഷങ്ങളിൽ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സെഡിമെന്റേഷൻ ഡാമുകളിൽ സംഭവിക്കുന്നത് പോലെ തന്നെ വെള്ളായണി തടാകത്തിൽ സംഭവിക്കുന്നുണ്ട്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒരുപാട് കുറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു കൃത്യമായിട്ടൊരു വാട്ടർ ബഡ്ജറ്റ് ഇല്ലാതെയാണ് നമ്മൾ ഭാവിയിലേക്കുള്ള വെള്ളത്തിന്റെ ആവശ്യത്തിനെ പറ്റിയുള്ള കണക്കുകൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ വികസനത്തെ പറ്റി കാണുമ്പോൾ പ്രത്യേകിച്ച് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആറാമത്തെ ലക്ഷ്യമാണ് വെള്ളവുമായിട്ട് ബന്ധപ്പെടുത്തിയ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് 6ാമത്തെ ലക്ഷ്യമാണ്. പക്ഷെ മറ്റ് പല ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 6ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പലതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. 1ാമത്തെയും 2ാമത്തെയും ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങളുണ്ട്. 14ാമത്തെ ലൈഫ് ബിലോ വാട്ടർ, ജലത്തിനകത്തുള്ള ബയോഡൈവേഴ്സിറ്റിയും വെള്ളമുണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. വികസനം, കാലാവസ്ഥ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ആരോഗ്യം, ഇതെല്ലാം ജലത്തിന്റെ ലഭ്യതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ മിക്കവാറും എല്ലാ ലക്ഷ്യങ്ങളുമായിട്ടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ജലവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു വികസന ലക്ഷ്യമാണെന്ന് കണക്കാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സുസ്ഥിരതയെ പറ്റി ചിന്തിക്കുമ്പോൾ, വികസനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ജലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെൻട്രൽ പോയിന്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ സെൻട്രൽ പോയിന്റിൽ നിന്നിട്ടാണ് നമ്മൾ സുസ്ഥിര വികസന ലക്ഷ്യത്തെ കാണുന്നത് എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിൽ ഇപ്പം നിലവിലുള്ള ഒരു വാട്ടർ ഗവർണൻസ് സ്ട്രക്ചറിൽ ഉള്ള പരിമിതികൾ എന്തൊക്കെയാണ്? ആ പരിമിതികൾ നമുക്ക് പറഞ്ഞിട്ട് വേണം അതിന്റെ പരിഹാരങ്ങളിലേക്ക് വരാൻ. 1ാമത്തെ പരിമിതി എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ കമാൻഡ് ആൻഡ് കൺട്രോൾ നേച്ചറാണ്. പരമ്പരാഗതമായിട്ട് ഒരു ജലം
ജലത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് ജലം അവിടെ ഉണ്ട്, അതിനെ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ള കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. ജലം എവിടുന്ന് വരുന്നു എന്ന് ചിന്തിക്കില്ല. ജലം നമുക്ക് ലഭ്യമാക്കുന്ന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം ഇല്ലാതെ ജലലഭ്യത സസ്റ്റൈനബിൾ ആവില്ല എന്നുള്ളതാണ്. ജലലഭ്യത ഉണ്ടാവും, അത് സസ്റ്റൈനബിൾ ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലിങ്കേജ് ഇപ്പോഴും നമ്മൾ പലപ്പോഴും ചിന്തിച്ചില്ല. അടുത്ത കാലത്താണ് നമ്മൾ ഈ ഡാമുകൾക്ക് താഴെയുള്ള മിനിമം എൻവയോൺമെന്റ് ഫ്ലോയെ പറ്റി ചിന്തിക്കുന്നതും അടുത്ത കാലത്താണെന്നുള്ളത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊരു കമാൻഡ് ആൻഡ് കൺട്രോൾ നേച്ചറാണ് നമുക്ക് ഇതുവരെയുള്ള ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോഴും ഒരു ബ്യൂറോക്രാറ്റിക് ഗവർണൻസ് ആണ്. എന്ത് വേണമെന്നുള്ള സർക്കാരുകൾ തീരുമാനിക്കും, അത് ഒരു ഭരണതലത്തിൽ തീരുമാനമെടുക്കും, താഴേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. താഴെ എന്താണ് ആവശ്യം എന്നുള്ള രീതിയിലുള്ള ചർച്ച മേളിലേക്ക് പോയിട്ട് പോളിസി ആകുന്ന രീതി പലപ്പോഴും വന്നിട്ടില്ല. കേരളത്തിൽ പല സ്ഥലങ്ങളിലും പരീക്ഷ നോക്കിയിട്ടുണ്ട്. പക്ഷെ പൊതുവെ അത് അങ്ങനെ ഒരു പങ്കാളിത്ത ഒരു പരിപാലന സംവിധാനം പോളിസി തലത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റൽ വ്യൂ, വെള്ളത്തിന് ഒരു ഇൻസ്ട്രുമെന്റൽ വ്യൂ ആയിട്ടാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് പാരഡൈമിലാണ് വെള്ളത്തെ കാണുന്നത്. വെള്ളം നമുക്ക് എങ്ങനെ മാറ്റാം, എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ നമ്മുടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ മൊത്തം ചരിത്രം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. എത്ര കൊല്ലം മുമ്പ് തുടങ്ങി, എവിടെയെല്ലാം പോകുന്നുണ്ട്, അതിന്റെ ഇപ്പോൾ ഉള്ള വെള്ളത്തിന്റെ ലഭ്യതയും കൂടെ കണക്ക് നമ്മളിതെല്ലാം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതാണ്. സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടതാണ്. നമ്മുടെ ജലപരിപാലന സംവിധാനങ്ങൾ, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ, അത് കൊണ്ടുവന്നിട്ടുള്ള റിട്ടേൺസ്, ഇതാണല്ലോ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് വരേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള അപ്പോൾ ഈ ഒരു ജലത്തിന്റെ ഒരു കേവലം ഒരു ഉപകരണമായിട്ടും മാധ്യമമായിട്ടും കാണുന്ന രീതി മാറണം. ഇതിനൊരു പാരിസ്ഥിതിക പരിപ്രേക്ഷ്യം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും സപ്ലൈയിലേക്കാണ്. ജലമുണ്ട്, ജലം എങ്ങനെ വിതരണം ചെയ്യാമെന്നുള്ളതാണ്. ജലം എങ്ങനെ പരിപാലിക്കാമെന്നും എങ്ങനെ സുസ്ഥിരമായിട്ട് അവിടെ അതിന്റെ ലഭ്യത ഉറപ്പുവരുത്താമെന്നുള്ള ചർച്ചകളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു കാലത്ത് ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചിട്ടുള്ള വകുപ്പുകളാണ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഉദാഹരണം, കേരളത്തിലെ ഒരു പുഴയിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ഡിപ്പാർട്ട്മെന്റുകളുടെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് വേണം. അത് ജലസേചന വകുപ്പ് വേണം, റവന്യൂ വകുപ്പ് വേണം, പല സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരും. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു പുഴയുമായിട്ട് ബന്ധപ്പെട്ട സംരക്ഷണ സംവിധാനങ്ങൾ പല വകുപ്പുകളുടെ കീഴിലാണെന്നുള്ളതാണ്. അത് പലതിനും ഫങ്ഷൻസ് എല്ലാം ഓവർലാപ്പിംഗ് ആണ്. ഇപ്പോൾ പുഴ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ ഹാർവെസ്റ്റിംഗുമായിട്ടുള്ള കാര്യങ്ങളിൽ പല വകുപ്പുകളാണ് ഒരേ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം അത് മാറേണ്ടുന്ന ഒരു കാലമുണ്ട്. അങ്ങനെ ഒരു മാറ്റം വരേണ്ടുന്ന സമയമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും വെള്ളവുമായിട്ട് ബന്ധപ്പെടുത്തിയ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു സുതാര്യത ഇപ്പോഴും വന്നിട്ടില്ല. അതിനൊരു അക്കൗണ്ടബിലിറ്റിയും വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ അക്കൗണ്ടബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ജലവിഭാഗ ഭൂപടങ്ങൾ തയ്യാറാക്കാനും മാപ്പിംഗ് തയ്യാറാക്കാനുമുള്ള ഒരു ആർജവം നമുക്കുണ്ടാകുമോ എന്നുള്ള ചോദ്യവും കൂടി ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ ഒരു ബ്രിട്ടീഷ് കോമൺ ലോയാണ് ഒരു പൊതുവായ തത്വമായിട്ട് എടുക്കുന്നത്. കാരണം നമ്മുടെ ഭൂമി നമ്മുടേതാണെങ്കിൽ നമുക്ക് എത്ര വെള്ളവും അവിടെ നിന്ന് എടുക്കാം. അതിനകത്ത് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു രീതിയാണ്. അതായത് വെള്ളം എന്ന് പറയുന്നത് എൻ്റെ വസ്തുവിൽ 5 സെന്റിനകത്തുള്ളത് മുഴുവൻ എനിക്ക് എത്ര വേണമെങ്കിലും പമ്പ് ചെയ്യാവുന്ന രീതി പലപ്പോഴും ശരിയാകാത്തൊരു കാര്യമാണ്. അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് ഈ വിത്ഡ്രോവൽ പവർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അത് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് ചുറ്റുമുള്ള ആൾക്കാരെ പരാതിപ്പെടുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അതുവരെ നമുക്കത് ചെയ്യാം. പലപ്പോഴും ഇപ്പോൾ തന്നെ ഞങ്ങളൊക്കെ താമസിക്കുന്ന വെണ്ണിയൂർ വെങ്ങാനൂർ ഭാഗങ്ങളിൽ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ നിന്നാണ് ഏറ്റവും അധികം വെള്ളം, പ്രത്യേകിച്ചും ഈ വികസന ആവശ്യങ്ങൾക്ക്, ടൂറിസം ആവശ്യങ്ങൾക്ക് വേണ്ടി കോളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പല സ്ഥലങ്ങളിലും ഈ അൺലിമിറ്റഡ് പമ്പിങ് എന്ന പദ്ധതി ചുറ്റുമുള്ള ആൾക്കാരെല്ലാം പരാതിപ്പെടാൻ തുടങ്ങി. അങ്ങനെ പല സ്ഥലങ്ങളിലും വളരെ ഡിസ്പ്യൂട്ടും കോൺഫ്ലിക്റ്റും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്വകാര്യ എല്ലാം ചെറിയ ഓണർഷിപ്പുകളാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. പിന്നെ ഈ ഡിസ്പ്യൂട്ടുകൾ ഇപ്പോഴും പല ഡിസ്പ്യൂട്ടുകളും, പ്രത്യേകിച്ചും ഇന്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ടുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ഇപ്പോൾ പരിഹാരമായിട്ടില്ല. അതിന്റെ മൂലകാരണങ്ങൾ കണ്ടെത്താനും പലപ്പോഴും തയ്യാറാകില്ല എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വൈകാരികതയുടെ പേരിലാണ് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ജലവുമായിട്ട് ബന്ധപ്പെടുത്തിയ തീരുമാനങ്ങൾ, പരിപാലനവുമായിട്ട് ബന്ധപ്പെടുത്തിയ തീരുമാനങ്ങളെല്ലാം തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാനിങ് പ്രോസസ്സ്, അതിന്റെ അലൊക്കേഷൻ, അതിന് പ്രയോറിറ്റി വരേണ്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അപ്പോൾ പൊതുവായിട്ട് ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയകളിൽ പല പഞ്ചായത്തുകളും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ്. പക്ഷേ അതെല്ലാം ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടാണ്, വ്യക്തി താല്പര്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ്.
അതല്ലാതെ പൊതുവായിട്ട് എല്ലാ പഞ്ചായത്തുകളും നിർബന്ധമായിട്ടും ഈ വാട്ടർ കൺസർവേഷന് ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മളെ സംവിധാനങ്ങൾ ഈ ലോക്കൽ ഗവർണൻസ് മാറേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതിനകത്ത് എല്ലാ പഞ്ചായത്തുകളിലും തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഈ ജനകീയ പങ്കാളിത്തം വരണം. അതിനകത്ത് കൃത്യമായിട്ട് ഈ വാട്ടർഷെഡ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ വരണം. മാറിയ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റും കൂടി ഇതിനകത്ത് ലിങ്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം കേരളം അഭിമുഖീകരിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളിലും വെള്ളവുമായിട്ട് കണക്റ്റഡാണ്, അല്ലെങ്കിൽ മഴയുമായിട്ട് കണക്റ്റഡാണ്. കേരളത്തിലുണ്ടായ 2018 വെള്ളപ്പൊക്കമായാലും ശരി, വയനാട് ഉരുൾപൊട്ടലായാലും ശരി, ഇതിന്റെ എല്ലാം ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ജലവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നും കൂടെ ഭൂവിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നും കൂടി നമ്മൾ കണക്കാക്കണം. ഒരുപാട് പുതിയ പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അത് അടൽ ജൽ ആയാലും ശരി, ആന്ധ്രാപ്രദേശിൽ പുതിയ സ്കീമുകളുണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്, തെലങ്കാനയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഈ മാറി ഉള്ള ചിന്തകൾ നടക്കുന്നുണ്ട്. കാരണം ഇത് നടപ്പിലാക്കിയ പല സ്ഥലങ്ങളുടെയും ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് വെള്ളമില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് കൃഷിക്ക് വെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് പലരും ഇത്തരം പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഒരുപാട് പുതിയ സംവിധാനങ്ങൾ വരുന്നുണ്ട്, പുതിയ NGOs വരുന്നുണ്ട്, ഒരുപാട് നല്ല മാറ്റങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഉദാഹരണം നമ്മുടെ സിനിമാ നടൻ അമീർ ഖാന്റെ മകൻ ഒരു NGO ഉണ്ട്. അദ്ദേഹം ചെയ്യുന്ന വാട്ടർ കൺസർവേഷൻ ആക്ടിവിറ്റീസാണ്. ഇന്ത്യയിൽ മൊത്തം വാട്ടർ കൺസർവേഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പുതിയൊരു NGO തുടങ്ങിയിട്ടുണ്ട്. ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുപാട് ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യയിൽ വലിയ ശുഭ സൂചനയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനകത്ത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിലെ വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ മാറി ചിന്തകളിൽ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. അതിനകത്ത് ഒന്ന്, കൃത്യമായിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ ഈ വാട്ടർ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങൾ എങ്ങനെ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ സ്ഥാപനങ്ങളുടെയും ഓരോ വകുപ്പുകളുടെയും റോൾസും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. നമുക്കൊരു ഇന്റഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെന്റ് പരിപാടി ഒരു സംയോജിതമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഉള്ള ഒരു ബേസിൻ ഗവർണൻസ് സംവിധാനം വേണം. അത് നടപ്പിലാക്കണം. പലപ്പോഴും നമുക്ക് ഈ വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങൾ മുഴുവൻ നമുക്കൊരു ബേസിൻ മാനേജ്മെന്റ് പ്ലാൻ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നവും കൂടിയാണെന്ന് നമ്മൾ കണക്കാക്കണം. ഈ പോളിസി കൃത്യമായിട്ട് ജലനയവും ഈ നടപ്പിലാക്കുന്ന പദ്ധതികളും തമ്മിൽ കൃത്യമായിട്ടൊരു കൊഹേറൻസ് വേണം. അതിന് വേണ്ടുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വാട്ടർഷെഡ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയ ആൾക്കാർക്ക് കൃത്യമായിട്ട് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടണം. പ്രത്യേകിച്ചും വാട്ടർ ഗവർണൻസിൽ വേണ്ടത് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആണ്. അപ്പൊ അവരുടെ വിശ്വാസ്യത ആർജിക്കേണ്ടുന്ന ഒരു പരിപാടി നമ്മൾ വേണം. ആവശ്യമുള്ള ധനസമാഹരണവും മാനേജ്മെന്റ് സംവിധാനങ്ങളും മോണിറ്ററിംഗ് സംവിധാനങ്ങളും ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ചും ഈ വേൾഡ് ബാങ്ക് റിപ്പോർട്ട്, സർക്കാരിന്റെ തന്നെ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടെല്ലാം ഈ 2050 വളരെ കാര്യമായിട്ടുള്ള ജല ദൗർലഭ്യം പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യമായ മാറ്റങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് സ്കീമുകളുണ്ട്. പ്രത്യേകിച്ചും ജലജീവൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന എന്ന് പറയുന്നൊരു പരിപാടി വന്നിട്ടുണ്ട്. അടൽ ബഹുജൽ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. നാഷണൽ വാട്ടർ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതുമായിട്ട് MNREGയുടെ പ്രവർത്തനങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പലതും ഈ വാട്ടർ കൺസർവേഷനുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രശ്നം, ഇന്ത്യയിലെ ഈ മാറിവരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരണം എന്നുള്ളതാണ്. വാട്ടർ ഗവർണൻസിന് സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിന് ഒരുപാട് അന്താരാഷ്ട്രീയ മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ചിട്ടുള്ള നിലവാര സൂചികകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ലോകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹെൽസിങ്കി റൂൾസ്, ഈ വെള്ളത്തിന്റെ ഇന്റർനാഷണൽ റിവേഴ്സിന്റെ വെള്ളവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഉപയോഗങ്ങൾ ചർച്ച ചെയ്യുന്ന അന്തർദേശീയ കൺവെൻഷൻസ് ഉണ്ട്. റാംസാർ കൺവെൻഷനുകളുണ്ട്. റാംസാർ കൺവെൻഷനിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പല വെറ്റ്ലാൻഡ്സും റാംസാർ ലിസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് പ്രവർത്തനം. അതല്ലാതെ സംരക്ഷണ പ്രവർത്തനങ്ങൾ അത് ഇതുവരെ കാര്യമായിട്ട് അതിനകത്ത് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടില്ല. എക്സെപ്റ്റ് ഒരു ചെറിയ വിഷയം നടന്നിരിക്കുന്നത് ചിൽക്കയിലാണ്. വളരെ കൃത്യമായിട്ട് ചിൽക്കയിൽ അങ്ങനെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതല്ലാതെ നടന്നിട്ടില്ല. ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ അന്തർദേശീയ പ്രാധാന്യം ഉണ്ട് എന്നുള്ള ലിസ്റ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ.
കൺസർവേഷന് വേണ്ടി ഒരു പാക്കേജ് പലപ്പോഴും നടപ്പിലാക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ 2030 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അതിന്റെ പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെടുത്തിയ ചർച്ചകൾ വരേണ്ടതുണ്ട്. ഇങ്ങനെ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇന്ത്യയിലെ ഏറ്റവും അധികം ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്ത്രീകളാണ്. അതും കൂടി മനസ്സിലാക്കണം. ഏറ്റവും അധികം ഈ വെള്ളത്തിന്റെ ദൗർലഭ്യം, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഏറ്റവും അധികം വെള്ളവുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്ത്രീകളാണ്. കാരണം അവർക്ക് ആദ്യം വേണ്ടത് വീട്ടിൽ പാചകം ചെയ്യാനുള്ള വെള്ളമാണ്, കുടിക്കാനുള്ള വെള്ളമാണ്. ഇതെടുക്കേണ്ട ഉത്തരവാദിത്വം മുഴുവൻ സ്ത്രീകളുടെ തലയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും വടക്കേ ഇന്ത്യയിൽ ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായിട്ട് മുന്നോട്ട് വരുന്നത് സ്ത്രീകളാണ്. അപ്പൊ അതുകൊണ്ട് വലിയൊരു ജെൻഡർ ഒരു ജസ്റ്റിസ് ഇതിനകത്ത് എൻഷുർ ചെയ്യേണ്ടുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വാട്ടർ സ്കേപ്പിൽ ജെൻഡർ ഇൻവോൾവ്മെന്റ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൂടിയാണ് പലപ്പോഴും ജലസംരക്ഷണവും കൂടെ ഉറപ്പുവരുത്തുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് സജീവമായിട്ട് സ്ത്രീകളുടെ പങ്ക് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലും വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഈ പുഴ വീണ്ടെടുക്കൽ പദ്ധതികളിലും ഒക്കെ തന്നെ, നിയന്ത്രണ പദ്ധതികളിലും ഒക്കെ തന്നെ സജീവമായിട്ടുള്ള സാന്നിധ്യം സ്ത്രീകളുടെ ഉണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളം ഒരു തുടക്കമാണ്. പലപ്പോഴും ഈ മറ്റ് വികസന പ്രവർത്തനങ്ങളിലും കൂടി ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയും. അതിന്റെ തുടക്കം തീർച്ചയായിട്ടും ജലത്തിൽ നിന്നാവണം എന്നുള്ളതാണ്. അപ്പൊ ജലം പലതിന്റെയും തുടക്കമായിട്ട് മാറ്റാനും കൂടെ കഴിയും. മറ്റ് പല സംരക്ഷണ പ്രവർത്തനങ്ങളിലും ഈ വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഒരു മാധ്യമമായിട്ടും കൂടി നമുക്ക് ജല സംരക്ഷണത്തിനെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നിലവിലുള്ള ഇന്ത്യയിലെ പോളിസീസ് നോക്കിക്കഴിഞ്ഞാൽ, ജലനയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1987 ആണ് ആദ്യമായിട്ടൊരു ദേശീയ ജലനയം വരുന്നത്. അത് കാലാകാലങ്ങളിൽ പുതുക്കപ്പെട്ടിട്ടുണ്ട്, പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് വന്നത് 2012ലാണ്. ഈ പുതിയ ഒരു നയം കരടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പൊതുജന സമക്ഷം ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് ജലശക്തി വകുപ്പ് അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്ന പുതിയ നയത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം നേരത്തെ നമ്മളിവിടെ സംസാരിച്ചൊരു കാര്യമാണ്. ഒന്ന്, ഇതിനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് കാണണം. കാരണം ജലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വകുപ്പ്, ജലസേചന വകുപ്പ് മാത്രം തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. അത് പരിസ്ഥിതിയുമായിട്ട്, ജൈവവൈവിധ്യവുമായിട്ട്, മറ്റ് വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിനൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടാകണം, മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ചും ഉണ്ടാകണം. കാരണം ജലം ഉപയോഗിക്കുന്ന ആൾക്കാർ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സാധാരണ കൃഷിക്കാർ മുതൽ വ്യവസായികൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു നയമാണ് എന്നുള്ളതാണ് പൊതുവെ ഉള്ള ഡ്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു പൊതുവായ ധാരണ എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം, ഈ ഡ്രാഫ്റ്റ് പോളിസിയുടെ ചില സ്ഥലങ്ങളിൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അത് കുറച്ചും കൂടി എഫിഷ്യന്റ്, ഇൻക്ലൂസീവ്, എഫക്റ്റീവ്, നമ്മുടെ ഈ റിയാലിറ്റീസുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണെന്നുള്ളതാണ് പൊതുവായ ധാരണ. പക്ഷെ പൊതുവെ ഈ ശാസ്ത്ര സമൂഹത്തിന്റെ, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ശാസ്ത്ര സമൂഹം ഇതിനെ കാണുന്ന ചില രീതികളുണ്ട്. അതൊന്ന് എന്ന് പറയുന്നത്, ഈ പല ജലസംരക്ഷണ പ്രവർത്തനങ്ങളും നമ്മുടെ എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തകൾ വരുന്നില്ല എന്നതാണ്. ഇപ്പൊ പലപ്പോഴും നമുക്ക് വെള്ളത്തിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പരിപാലിക്കണം, ഗ്രൗണ്ട് വാട്ടർ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് പുഴയുമായിട്ട് ബന്ധപ്പെടുത്തിയോ, തടാകമോ ലേക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തിയോ, അതിന്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയോ ചർച്ചകൾ ലിങ്ക് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. പുഴയിലുള്ള ജലത്തെ കാണുന്നുണ്ട്, പക്ഷെ പുഴയെ ഒരു ആവാസ വ്യവസ്ഥയായിട്ട് കാണുന്നില്ല. തടാകത്തിലുള്ള ജലം നമ്മൾ വികസന പ്രവർത്തനത്തിൽ എടുക്കുന്നുണ്ട്, പക്ഷെ തടാകത്തിന്റെ സംരക്ഷണം പ്രയോറിറ്റി വരുന്നില്ല എന്നുള്ള, അവിടുത്തെ വാട്ടർ ഇൻടേക്കിന് പ്രയോറിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കണക്ടിവിറ്റി പലപ്പോഴും നമ്മുടെ നയത്തിൽ ഇല്ലാതാകും. അതായത് പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും ജലവുമായിട്ട് ബന്ധപ്പെടുത്തിയ കണക്ടിവിറ്റി പലപ്പോഴും നമ്മുടെ പോളിസിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളും, പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ അവരുടെ ജലപരിപാലന, വാട്ടർ ഗവർണൻസിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇതുവരെ തുടർന്നു വന്നിട്ടുള്ള രീതികൾ പലപ്പോഴും ഇതിന്റെ ഈ പുഴയുടെ നാശത്തിന് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥകളുടെ നാശത്തിന് എത്തിച്ചേർന്നു എന്നുള്ള ധാരണയുടെ പുറത്താണ്. അപ്പൊ അത്തരത്തിലുള്ള ചില ഇന്റർവെൻഷൻസ്, പ്രത്യേകിച്ചും അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ജലം എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ള മാത്രമല്ല, ജലം ഉപയോഗിച്ച് സാധാരണക്കാരുടെ ലൈവ്ലിഹുഡിനെ എങ്ങനെ അത് ബാധിച്ചിട്ടുണ്ട്, അത് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി എങ്ങനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു പ്രയോറിറ്റി ഒരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് നമ്മുടെ നയത്തിൽ പലപ്പോഴും വരാറില്ല. നമ്മുടെ എപ്പോഴും ഇതിന്റെ എക്സ്ട്രാക്റ്റീവ് മെത്തേഡ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊരു വലിയ പോരായ്മയായിട്ട് പലപ്പോഴും ശാസ്ത്ര സമൂഹം കാണപ്പെടുന്ന, അതിന് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ
വാട്ടർ ഗവർണൻസുമായിട്ട് ബന്ധപ്പെടുത്തി വിദേശ രാജ്യങ്ങൾ അവലംബിച്ചിരിക്കുന്ന ഒരു വലിയ രീതി എന്ന് പറയുന്നത് ഡാമിന്റെ ഡീകമ്മീഷനിങ്ങും അതിന്റെ റിമൂവലുമാണ്. അതാണ് ലോകത്ത് ഏറ്റവും അധികം ഡാമുകൾ മാറ്റപ്പെട്ടത്, റിമൂവ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞൊരു 10 വർഷങ്ങളിലാണ്. അത് പലപ്പോഴും അമേരിക്കയിലും യൂറോപ്പിലും ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഈ ഡാം റിമൂവൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രളയത്തിന് ശേഷം സംസാരിച്ച റൂം ഫോർ റിവർ എന്നുള്ള കൺസെപ്റ്റാണ്. പുഴയ്ക്ക് ഒഴുകാനുള്ള സ്ഥലം ഉണ്ടോ എന്നുള്ളതാണ്. പുഴയുടെ കണക്ടിവിറ്റിയൊക്കെ നമ്മൾ നഷ്ടപ്പെടുന്നുണ്ടോ, പുഴയുടെ കണക്ടിവിറ്റി വീണ്ടും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ പ്രശ്നം ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ പഴയ ഡാമുകളുണ്ട് ഇന്ത്യയിൽ, അത് ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളതല്ല, അതിന്റെ ആരോഗ്യം വിലയിരുത്തിയതിനു ശേഷം ഘട്ടം ഘട്ടമായിട്ട് ഈ ഡാമുകളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ആരും നമ്മളിതൊരു സംസാരിച്ചില്ല. നമ്മളിപ്പോഴും മുല്ലപ്പെരിയാറിൽ മാത്രം ചർച്ച കൊണ്ട് ലഘൂകരിച്ച അവിടെ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഇത് കൃത്യമായിട്ട് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ആരോഗ്യത്തിനെയും നിലനിൽപ്പിനെയും ഒക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. താഴേക്കുള്ള ഗ്രൗണ്ട് ഡൗൺ സ്ട്രീം എൻവയോൺമെന്റൽ ഫ്ലോയെയും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ചർച്ചകൾ പലപ്പോഴും ജലനയവുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ജലത്തിനെ എങ്ങനെ ഉപയോഗിക്കുന്നതിന് എങ്ങനെ സയൻസ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ആ സയൻസ് എങ്ങനെ നമ്മുടെ എക്കോസിസ്റ്റത്തിന്റെ ആരോഗ്യത്തിനെ വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഭാവിയിൽ തീർച്ചയായിട്ടും ഈ വാട്ടർ ഗവർണൻസുമായിട്ട് ബന്ധപ്പെടുത്തിയ ചർച്ചകളിൽ തീർച്ചയായിട്ടും വരേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യവും കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്, എങ്ങനെയാണ് നമുക്ക് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ കുറച്ചിട്ട് നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകൾ ജലത്തിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ചിന്തയാണ്. രണ്ടാമത്, വ്യാപകമായിട്ട് ജലത്തെ പറ്റി ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ വികസന അജണ്ടകളിലും പദ്ധതികളുടെ ഡിസ്കഷനിലും വെള്ളം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കൊണ്ടുവരിക, അത് സാധാരണ ജനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്ന ചർച്ചകൾ കൊണ്ടുവരിക. എന്തുകൊണ്ടാണ് ജലം ഒരു പ്രധാനപ്പെട്ട വികസന അജണ്ടയാകുന്നത് എന്നുള്ളൊരു ചർച്ചയാണ് അതിനകത്തേക്ക് വരേണ്ടത്. അവരെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുക. അങ്ങനെ ഒരുപാട് ഉദാഹരണം നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹരിത കേരള മിഷന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരുപാട് നീർത്തട അധിഷ്ഠിത വികസന സംരംഭങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഫ്രാഗ്മെന്ററിയാണ്. അവിടെ ചില മോഡലുകളാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വ്യാപകമായിട്ട് പ്രയോജനപ്പെടണം. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, പാലക്കാട് പോലുള്ള പല സ്ഥലങ്ങളിലും മൈക്രോ ഇറിഗേഷൻ സ്കീമുകൾ നടപ്പാക്കിയിട്ടുണ്ട്, പലതും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം മാതൃകകൾ മറ്റ് പല സ്ഥലങ്ങളിലും ഏറ്റെടുക്കാനായിട്ട് പഞ്ചായത്തുകളും കൂടി മുന്നോട്ട് വരണം. കാട്ടാക്കടയുടെ കാര്യം നമ്മൾ പലതവണ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണ് ജലസമൃദ്ധി പദ്ധതി വഴി ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ തന്നെ കാര്യമായിട്ട് മാറ്റം വരുത്താൻ കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള അതിനകത്ത് ചെയ്തിരിക്കുന്നത് കൂടുതലും ഒന്ന് നിലവിലുള്ള നീർത്തടങ്ങൾ ആരോഗ്യം വീണ്ടെടുക്കുക, രണ്ടാമത് വാട്ടർ ഹാർവെസ്റ്റിംഗ് ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കുക, മൂന്നാമത് കൃത്യമായിട്ട് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുക. ഈ 3 കാര്യങ്ങളാണ് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്തതിന്റെ ഒരു ഉദാഹരണമാണ് കാട്ടാക്കടയിൽ നമ്മൾ കണ്ടത്. കൃത്യമായിട്ടുള്ള ജലപരിപാലന സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ പുതിയ പദ്ധതികളും ജിയോ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. അതിന്റെ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് കാണാനുണ്ട്. പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ ഒരുപാട് പേര് ജലസംരക്ഷണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് വരുന്നുണ്ട്. അവരെല്ലാം റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ സിനിമാ താരങ്ങളെ ആദരിക്കുന്നതിന്റെ അപ്പുറം ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ ആദരിക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം ഇവര് ചെയ്യുന്ന സേവനങ്ങൾ കൊണ്ടാണ് ബാക്കി പലരും സർവൈവ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയും കൂടി നമുക്ക് വരണം. തിരിച്ചത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. സെലിബ്രിറ്റികൾക്ക് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന സേവനങ്ങൾ കൊണ്ട് സാധാരണക്കാരും രക്ഷപ്പെടാറില്ല. ഇത് തിരിച്ച് സംഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആദ്യം സമൂഹത്തിൽ ആദരവ് അർഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് കിട്ടുന്ന പരിഗണന കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് തീർച്ചയായിട്ടും കൊളാബറേഷനാണ്. ഇതൊരു വകുപ്പിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് കൃത്യമായിട്ടുള്ള ടെക്നോളജി ഇന്നോവേഷൻ വേണം, കൃത്യമായിട്ടുള്ള പങ്കാളിത്തം വേണം, കൊളാബറേഷൻ വേണം. ഇതെല്ലാം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് കഴിയണം. പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി വളരെ വ്യാപകമായിട്ടുള്ള ചർച്ച വേണം. കാരണം പുതിയ കാലഘട്ടത്തിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും പരമ്പരാഗത രീതികളിൽ മാത്രം ചെയ്യാൻ പറ്റില്ല. അന്നത്തെ സംവിധാനത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അതിനെ റിജുവനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്ത സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് വെള്ളത്തിന്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, അത് കൃഷി രീതിയിലായാലും ശരി മറ്റ് സംവിധാനങ്ങളിലായാലും ശരി. ഉദാഹരണം, അതിനകത്ത് പ്രിസിഷൻ അഗ്രികൾച്ചർ ടെക്നോളജി ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ കയർ റിട്ടൻഷനും ബയോചാർ ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇങ്ങനെയുള്ള പുതിയ രീതികൾ പരീക്ഷിച്ച് നോക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. അതിനിലേക്കുള്ള നമുക്ക് ട്രിപ്പ് ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വ്യാപകമാക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതിലേക്ക് നമ്മൾ വരണം. പിന്നെ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി, സാധാരണ കമ്മ്യൂണിറ്റീസിനെ അതിനകത്തേക്ക് എങ്ങനെ പങ്കാളികളാക്കാം എന്നുള്ളതാണ്. ഒന്ന്, അവർക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഉത്തരവാദിത്തത്തിലേക്കും അതിന് നേതൃത്വ നിലയിലേക്കും ഇവരെ കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊരു ഓണർഷിപ്പ് വരും. പിന്നെ ഇത്തരം മാനേജ്മെന്റ് സംവിധാനങ്ങൾ വിജയിച്ചതിന്റെ മോഡലുകൾ പല സ്ഥലങ്ങളിലും പകർത്താനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയുള്ള സമൂഹങ്ങളെ കപ്പാസിറ്റി ബിൽഡറാക്കിയും അവരെ ട്രെയിനേഴ്സ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയണം. അല്ലാതെ എപ്പോഴും നമ്മളൊരു കൃഷി ഔദ്യോഗികമായിട്ട് പഠിച്ച ആൾക്കാരെ മാത്രം ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിക്കാതെ ഇത്തരം പ്രായോഗിക തലത്തിൽ പ്രയോഗിക്കുന്ന ആൾക്കാരെയും കൂടി നമ്മൾ ട്രെയിനേഴ്സ് ആക്കി മാറ്റാനുള്ള ഒരു സംവിധാനങ്ങളിലേക്ക് വരണം. പിന്നെ ഒരു കൊളാബറേറ്റീവ് ഗവർണൻസ് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇതെല്ലാം ആകുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയുടെ കുറച്ചും കൂടി എൻഗേജ്മെന്റ് ഈ രംഗത്തേക്ക് ഉറപ്പിലാക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ജലലഭ്യതയെ പറ്റിയിട്ടുള്ള കണക്കെടുക്കാനും ഈ പ്രാദേശിക സമൂഹങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ചും നമുക്ക് പ്രാദേശിക ആവശ്യങ്ങൾ, പ്രാദേശികമായിട്ടുള്ള വാട്ടർ ബഡ്ജറ്റിംഗ്, ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഒരു വലിയ മോഡലാക്കി കൊണ്ടുവരാൻ പറ്റും. ഓരോ പ്രദേശങ്ങളിലും ആവശ്യമുള്ള വാട്ടർ ബഡ്ജറ്റിനെ പറ്റിയുള്ള ചർച്ചകൾ സാധാരണ ഗ്രാസ് റൂട്ട് ലെവലിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ വെള്ളത്തിന്റെ ആവശ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ധാരണയുടെ പുറത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ എംപവർ ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കും. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റിട്ടേൺ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ കുറച്ചും കൂടി അതിനകത്ത് ഇൻവോൾവ്മെന്റ് ആവും എന്നുള്ളതാണ്. പൊതുവെ സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടുള്ള ഒരു പിന്നെ പൊതുവായ ഒരു ധാരണ ഇതുവഴി മാറി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ആ ഇൻവോൾവ്മെന്റ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് തീർച്ചയായിട്ടും ഈ ശാസ്ത്ര സമൂഹത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത്. പരമ്പരാഗതമായിട്ടുള്ള രീതികളിൽ എവിടെയെല്ലാം ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഡീസലിനൈസേഷനാണ്. ഡീസെൻട്രലൈസേഷന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒന്ന്, ചെലവ് കൂടുതലാണ്. പുതിയ സാങ്കേതിക വിദ്യ വന്നുകൊണ്ട് ചെലവ് വളരെ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെലവ് കുറയുമ്പോൾ ഓസ്മോസിസിൽ ഉണ്ടാകുന്ന പ്രശ്നം ചില മൂലകങ്ങൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതിന് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവിടെ ഇപ്പൊ പല സ്റ്റാർട്ടപ്പുകൾ നമുക്ക് ഈ രീതിയിലേക്ക് കൊണ്ടുവരാം. ലോകത്ത് വളരെ മെച്ചപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വാട്ടർ ഗവർണൻസിലുണ്ട് എന്നുള്ളതാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലും ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഈ സ്റ്റാർട്ടപ്പുകളാണ് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഒരുപാട്, പ്രത്യേകിച്ച് ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് സ്റ്റാർട്ടപ്പിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ആണ്. കൃത്യമായിട്ടുള്ള കാരണം അവർക്ക് ഇഷ്യൂസ് അറിയാം. അവർക്ക് ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻസ് കൊണ്ടുവരാൻ കഴിയണം. ഗ്രേ വാട്ടർ റീസൈക്ലിംഗ്, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ടോയ്ലറ്റുകളിലും മറ്റ് സംവിധാനങ്ങളിലും ജലസേചനത്തിനും ഒക്കെ നമുക്ക് ഗ്രേ വാട്ടർ ഉപയോഗിക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതിനെ അത് പറ്റും. സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം, അതിനകത്ത് AI എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നിർമ്മിത ബുദ്ധി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഓരോ പ്രദേശത്തിനും അനുകൂലമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പുതുമകൾ, ആശയങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതിനകത്ത് ഒരുപാട് മോഡലുകൾ സ്റ്റാർട്ടപ്പ് രംഗത്ത് പുതിയ ആശയങ്ങൾ വരേണ്ടത് ചെറുപ്പക്കാരിൽ നിന്നാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ഒരുപാട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഉദാഹരണം, ഈ റീസൈക്ലിങ്ങിനകത്ത്, റിവേഴ്സ് ഓസ്മോസിനകത്ത്, കാർബൺ ഫിൽട്രേഷൻ, അങ്ങനെ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നത് ബ്ലൂ കാർബണും കാർബൺ ക്രെഡിറ്റിനെ പറ്റിയിട്ടാണ്. പക്ഷെ അത് നമ്മൾ ഓരോ പ്രദേശത്തും എത്ര കാർബൺ സീക്വസ്റ്റർ ചെയ്യാന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പല സ്ഥലങ്ങളിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയ ഫിൽട്രേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് ശ്രമിക്കാം. ഇങ്ങനെയുള്ള ഒരു പൊതുവായ ഒരു ഇൻവോൾവ്മെന്റോട് കൂടി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും ജലപരിപാലന രംഗത്ത് കൃത്യമായിട്ടുള്ള ഒരു സമൂഹ പങ്കാളിത്തം, കൃത്യമായിട്ടൊരു ബോധവൽക്കരണം, ഗവൺമെന്റിന് കൃത്യമായിട്ടൊരു ഇച്ഛാശക്തിയും ഗവർണൻസിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിങ്ങും ആവശ്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വാട്ടർ ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക്, രാജ്യം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മാറുന്നതിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ധാരണയും ഒരു തിരിച്ചറിയലും ഇടപെടലുമാണ് എന്നുള്ളതാണ്. ഇടപെടലുകൾ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട് പല സംവിധാനങ്ങളായിട്ട്. പക്ഷെ അത് എല്ലാ തലങ്ങളിലും എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി.